സമീപനവും അതാണ്. ഉൽപാദന മേഖല എന്ന് പറയുമ്പോൾ കൃഷി, മൃഗസംരക്ഷണം, മത്സ്യമേഖല, മറ്റ് സൂക്ഷ്മ സംരംഭങ്ങൾ എല്ലാം അതിൽ വരുന്നതാണ്. ഈ മേഖലയിലെ പ്രവർത്തനം കൊണ്ടാണ് മൊത്തം സാമ്പത്തിക വികസനം നേടാൻ കഴിയുള്ളൂ. ഇന്ന് കേരളം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാരണം ഇതും കൂടിയാണ്. വിഭവങ്ങൾ വാങ്ങി നാം ഇവിടെ ചെലവഴിക്കുന്നുണ്ടെങ്കിലും അതുവഴി ഉൽപാദന മേഖലയിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇതിനാണ് ഒരു ഊന്നൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്, നാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളായാലും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം കാലാവസ്ഥ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രളയം കൊണ്ടോ വരൾച്ച കൊണ്ടോ ഇല്ലാതെയാകാം. നമ്മൾ 18ലും 19ലും ഈ വർഷം വയനാട് നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഇതുവഴി ഉണ്ടാകുന്ന ദുരന്തങ്ങളെ എത്രമാത്രം ലഘൂകരിക്കാൻ കഴിയും, അതിന് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പ്ലാൻ കാലാവസ്ഥ വ്യതിയാനത്തെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണമെന്ന് ഒരു സമീപനവും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തോട് ചേർന്ന് നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾ. ആരാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നത്? നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർ, പട്ടികവർഗത്തിൽ വിഭാഗപ്പെടുന്നവർ, ഏറ്റവും വരുമാനം കുറഞ്ഞ തൊഴിൽ മേഖലയിൽ ഏർപ്പെടുന്നവർ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, അങ്ങനെ വനിതകൾ, വിധവകൾ, അങ്ങനെ സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പം എത്താൻ കഴിയാതെ സാമ്പത്തിക വികസനത്തിന്റെ നേട്ടങ്ങളൊന്നും അവർക്ക് ലഭ്യമാകാതെ കഴിയുന്ന മനുഷ്യരിലേക്ക് നമ്മുടെ പഞ്ചായത്തിലെയും നഗരസഭയിലെയും വികസന പ്രവർത്തനങ്ങൾ കടന്നു ചെല്ലണം. ഒരു കണ്ണ് വേണം അവിടെ എന്നാണ് മറ്റൊരു സമീപനം. ഉദാഹരണം, വിദ്യാഭ്യാസം എടുത്താൽ എല്ലാവരും ഒരു ക്ലാസ്സിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ വളരെ പിന്നോക്കം പോകുന്നുണ്ട്. ആ പിന്നോക്കം പോകുന്നവരുടെ അടുത്ത് സവിശേഷ ഇടപെടൽ ആവശ്യമുണ്ട്. അവർ കൂടി തനിയെ ഓടി എത്തിക്കൊള്ളുന്നല്ല, അവരെയും മറ്റുള്ളവരോടൊപ്പം ഓടിയെത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നു. ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ട് ചികിത്സ ലഭിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് ആ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു സമീപനം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. മൊത്തം ഉൽപാദന മേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മുടെ സമീപനത്തിൽ ഉണ്ടാവേണ്ട വലിയ ഒരു കാഴ്ചപ്പാടാണ് എന്ത്? എല്ലാം പരിസ്ഥിതി സൗഹൃദമാകണം. ഒരുപക്ഷെ 1996 മുതൽ ഇപ്പൊ വരെ 28 വർഷമായിട്ടുണ്ട്. ഈ 28 വർഷത്തിനിടയിൽ നമ്മൾ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരുപാട് നീർച്ചാലുകളെ അടച്ചു കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമുക്ക് ജലം വേണം, നമുക്ക് നല്ല മണ്ണ് വേണം, നല്ല വായു വേണം, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകണം. ഞാൻ വളരെ ചുരുക്കിയാണ് അത് പറയുന്നത്. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നത് മാലിന്യ പരിപാലനത്തോടു കൂടിയാണ്. 164/2024 ഗവൺമെന്റ് ഉത്തരവ്, ഈ തവണത്തെ പദ്ധതി രൂപീകരണത്തിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവിൽ പ്രത്യേകം കൂടുതൽ പേജ് നീക്കി വെച്ചിട്ടുള്ളത് മാലിന്യ പരിപാലനത്തിനാണ്. കാരണം 2025 മാർച്ച് 30 ആകുമ്പോഴേക്കും കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി മാറേണ്ടതുണ്ട്. സമ്പൂർണമായാൽ മാത്രം പോരാ, അത് സുസ്ഥിരമായി നിലനിർത്താനും നമുക്ക് കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങൾ, കർമ്മപരിപാടികൾ കേരളം ആകെ നടക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്നവർ എവിടെയാണോ ഉള്ളത്, ഏത് പഞ്ചായത്തിലുള്ള ആണോ ഉള്ളവർ, ഏത് സംഘടനയിലാണെങ്കിലും ഈ കേരളം സമ്പൂർണ്ണ ശുചിത്വമാക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടതും. ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, 2025 മാർച്ച് 2025 നവംബർ 1 മുമ്പ് അതിദാരിദ്ര്യർ ഒരാൾ പോലും ഇല്ലാത്തൊരു സംസ്ഥാനമാക്കി കേരളം മാറ്റാനുള്ള തീവ്ര യജ്ഞത്തിലാണ്. ഓരോ പഞ്ചായത്തിലും 24, 25 അങ്ങനെ കണക്കിനാണ് അതിദാരിദ്ര്യരുള്ളത്. അവരുടെ കാര്യത്തിലുള്ള ഇടപെടലിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എൻ്റെ ആദ്യ ഭാഗം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എനിക്ക് അവതാരകരോടുള്ള നിർദ്ദേശങ്ങളാണ്. എല്ലാ അവതാരകരും എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഒന്ന്, 22 പ്രോജക്റ്റുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു പ്രോജക്റ്റിന് 5 മിനിറ്റ് സമയമാണ് നമ്മൾ നീക്കിവെച്ചിട്ടുള്ളത്. ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ 5 മിനിറ്റ് പോരാ എന്ന് നമുക്ക് കേട്ട് ഇരിക്കുന്നവർക്കും അറിയാം, നമുക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്കിതിന് 2 ഘട്ടമുണ്ട്. ഒന്നാം ഘട്ടം
ഈ പ്രോജക്റ്റിന്റെ ആശയത്തെ പരിചയപ്പെടുത്തുന്ന ഘട്ടം. അങ്ങനെ ആശയത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഓരോ പ്രോജക്റ്റിനും ഒരു നമ്പർ പറയും. 401 മുതൽ 423 വരെയാണ് ആ പ്രോജക്റ്റിന്റെ നമ്പർ. പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആ നമ്പർ പറയും. ആ നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രോജക്റ്റിന്റെ പേര് പറയാൻ കഴിയുമെങ്കിൽ അത് എഴുതി വെക്കുക. ഇഷ്ടമുള്ള പോലെ കുറിപ്പെടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് താല്പര്യമുള്ള കേട്ടുകൊണ്ടിരിക്കുന്നവർ താല്പര്യമുള്ളവർക്ക് ഏത് പ്രോജക്റ്റ് ആണ് ആ പ്രോജക്റ്റിന്റെ നമ്പർ പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ ഈ യോഗം അവസാനിക്കുമ്പോൾ ഒരു ഫോൺ നമ്പർ തരും. ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഈ ആവശ്യപ്പെടുന്ന ആ പ്രോജക്റ്റിന്റെ നമ്പർ വാട്സപ്പ് ചെയ്യുക. പിന്നെ പ്രോജക്റ്റ് അവതരിപ്പിച്ചവരും ഏത് പ്രോജക്റ്റിനാണോ താല്പര്യമുള്ളത് അവരും മാത്രമായിട്ട് ഇരുന്നായിരിക്കും ഈ പ്രോജക്റ്റിന്റെ വിശദീകരിച്ചുള്ള ഡിസ്കഷൻ നടക്കുക. അവിടെയേ ക്ലാരിറ്റി വരൂ. ഇന്ന് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇന്ന് ശരിക്കും ഏകപക്ഷീയമായ ഒരു അവതരണം എന്ന് പറയാം. ഒരു 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള അവതരണങ്ങളാണ് നടക്കുക. ഒന്നിനു പുറകെ ഓരോ അവതരണങ്ങളും നടക്കും. ഇന്ന് നമ്മൾ ഒരു ചർച്ച ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അതിനോടുള്ള യോജിപ്പുകൾ അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. നിങ്ങൾ അത് വാട്സപ്പ് ചെയ്യണം. അടുത്ത കൂടിച്ചേരലിന് നമുക്ക് അതുകൂടി പരിഹരിച്ചിട്ടായിരിക്കും ഈ താല്പര്യമുള്ള വ്യക്തിയും പ്രോജക്റ്റ് അവതരിപ്പിച്ചവരും ഒരുമിച്ചിരുന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകുക. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ വർഷത്തെ 25-26 വർഷത്തെ പദ്ധതി രൂപീകരണം നടക്കുമ്പോൾ അതിനകത്ത് ഒരു 50 പ്രോജക്റ്റുകളെങ്കിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണം. ഇതിനകത്ത് ചിലപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പിലോ ആസൂത്രണ സമിതിയിലോ ഇല്ലാത്ത അംഗങ്ങളുണ്ടാവാം. അത് നിങ്ങൾ ഗ്രാമസഭ വരുമ്പോൾ പറയണം, ഈ പ്രോജക്റ്റ് എടുക്കണം, നമുക്ക് അത്യാവശ്യമാണ് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറോട് പറയണം, കൗൺസിലറോട് പറയണം, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരു സ്ഥലത്ത് കേട്ടു, നമ്മുടെ നാടിന് ഇത് ആവശ്യമാണല്ലോ എന്ന് നിങ്ങൾ വളരെ സ്നേഹത്തിൽ തന്നെ നിങ്ങളുടെ മെമ്പർമാരെയോ മറ്റോ ബോധ്യപ്പെടുത്തുക. അങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ഇനിയുള്ള അവതരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. മൈക്ക് നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 401 വിളിക്കുമ്പോൾ തന്നെ അടുത്ത അവതരിപ്പിക്കേണ്ട ആളുടെ പേര് ഇപ്പൊ അവതാരകർക്ക് അറിയാം. അത് കഴിഞ്ഞ് 402 ആയിരിക്കും. 2 പേരാണ് അവതരിപ്പിക്കാൻ എത്തില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഇപ്പൊ ഒരു കൈ പോലെ കാണുന്നില്ലേ? അത് നിങ്ങളുടെ ഫോണിലും കാണാം, ലാപ്ടോപ്പിലും കാണാം. ഒരാൾ അവതരിപ്പിച്ച് അവസാനിക്കുന്ന നിമിഷം തന്നെ അടുത്ത പ്രോജക്റ്റ് അവതരിപ്പിക്കേണ്ട ആൾ ഹാൻഡ് റൈസ് ചെയ്താൽ നമ്മുടെ കോഹോസ്റ്റ് അത് മൈക്ക് ഓൺ ചെയ്തു തരും. ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ല. നമുക്ക് ആരംഭിക്കാം, വൈകണ്ട. ആദ്യത്തെ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത് വളയഞ്ചിറങ്ങര യൂണിറ്റിൽ നിന്നുള്ള രാജൻ സാറാണ്. രാജൻ സാർ അവതരിപ്പിക്കുന്ന പ്രോജക്റ്റ് ഊർജ സുരക്ഷ എന്ന പ്രോജക്റ്റ് ആണ്. രാജൻ സാറിനെ ക്ഷണിക്കുന്നു. ഓക്കെ, ഞാൻ അധികം സമയം കളയാൻ പ്രൊജക്റ്റ് അവതരണത്തിലേക്ക് കടക്കുന്നു. കേരള ശാസ്ത്രാസാഹിത്യ പരിഷത്ത് പെരുമ്പാവൂർ മേഖല വളയഞ്ചിറങ്ങര യൂണിറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് നിർദ്ദേശമാണിത്. ഊർജ സുരക്ഷാ ഗ്രാമം വളയഞ്ചിറങ്ങര പ്രാഥമിക പ്രോജക്റ്റ് റിപ്പോർട്ട്. കേരളം വൈദ്യുതി കമ്മി നേരിടുന്ന, കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. കേരളം വൈദ്യുതി കമ്മി നേരിടുന്ന സംസ്ഥാനമാണ്. വൈദ്യുതി കമ്മി പരിഹരിക്കുന്നതിന് NTPCയിൽ നിന്ന് അമിത വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് ഇങ്ങനെയുള്ള നഷ്ടം നികത്തുവാൻ സ്വാഭാവികമായും താരിഫ് വർദ്ധിപ്പിക്കേണ്ടതായി വരുന്നു. ഈ അധികഭാരത്തിന് പുറമെ അശാസ്ത്രീയമായ വൈദ്യുത ഉപഭോഗം വർദ്ധിക്കുകയും സ്ലാബിൽ വരുന്ന വ്യത്യാസം മൂലം ഉപഭോക്താക്കൾ അമിത വൈദ്യുതി ചാർജ് അടയ്ക്കുവാൻ കാരണമാകുന്നു. 3000-4000 രൂപ വൈദ്യുതി ചാർജ് നൽകേണ്ടി വരുന്ന ഒരു വീടിനോ സ്ഥാപനത്തിനോ സോളാർ സിസ്റ്റത്തിലേക്ക് മാറുന്നത് ലാഭമാണെങ്കിൽ പോലും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മൂലം സോളാർ സ്ഥാപിക്കുന്നതിന് വിമുഖത കാണിക്കുന്നു. കൃത്യമായ ബോധവൽക്കരണം വഴിയും പ്രായോഗിക അനുഭവങ്ങൾ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തിയും മേൽ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഇടപെടലിലൂടെ അതിനുവേണ്ടിയായിരിക്കും നമ്മൾ ശ്രമിക്കുക. ലക്ഷ്യം 6 മാസത്തിനുള്ളിൽ ചുരുങ്ങിയത് 50 kWh സോളാർ വൈദ്യുതി എങ്കിലും പുതിയതായി ഉൽപ്പാദിപ്പിക്കുക. അതിനായി ഒരു 25 വീട്ടുകാരെ സന്നദ്ധരാക്കുക. സാമ്പത്തിക പിന്തുണയ്ക്കായി ധനകാര്യ സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്തുക. ഇപ്പോഴും വിറകടുപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഇന്ധനക്ഷമത കൂടിയതും
താരതമ്യേന ആരോഗ്യകരമായ രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയുന്നതുമായ പുകയില്ലാത്ത അടുപ്പുകൾ സ്ഥാപിക്കാൻ സഹായിക്കുക. ഇന്നത്തെ പ്രോജക്റ്റ് മേഖലയിലെ വൈദ്യുതി ഉപയോഗം 15% കുറച്ചു കൊണ്ടുവരുവാനായി ശ്രമിക്കുക. 100 വീടുകൾക്ക് ഇന്ധന ലാഭത്തിനായി ചൂടാറാപ്പെട്ടി ലഭ്യമാക്കുക. ഗുണഭോക്താക്കൾ KCB വളയഞ്ചിറങ്ങര സെഷൻ ഓഫീസ് പരിധിയിൽ വരുന്ന രായമംഗലം, വെങ്ങോല, മഴുവന്നൂർ പഞ്ചായത്തിൽപ്പെടുന്ന 300ഓളം വീടുകൾ, സ്ഥാപനങ്ങൾ. പ്രവർത്തനങ്ങൾ: പരിഷത്ത് യൂണിറ്റ്, മേഖലാ കമ്മിറ്റി, വിഷയസമിതി യോഗം ഏറ്റെടുക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ നാനാവശങ്ങൾ ചർച്ച ചെയ്ത് കരട് പ്രൊജക്ട് എഴുതി തയ്യാറാക്കൽ. വളയഞ്ചിറങ്ങര വൈദ്യുതി സെഷൻ ഓഫീസ് പരിധിയിൽ വരുന്ന രായമംഗലം, വെങ്ങോല, മഴുവന്നൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ 300ഓളം വീടുകൾ വെച്ച് 900ഓളം വീടുകൾ വിവരശേഖരണത്തിന്, ഊർജ സംരക്ഷണ പ്രചരണത്തിനുമായി തിരഞ്ഞെടുക്കുക. പ്രോജക്റ്റിന്റെ പ്രാധാന്യം, ഉദ്ദേശ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും എല്ലാം വിശദീകരിക്കുന്ന ഒരു ലഘുലേഖ തയ്യാറാക്കി വിവരശേഖരണം നടത്തുന്ന വീടുകളിൽ വിതരണം ചെയ്യുക. അടിസ്ഥാനപരമായി മേൽ സൂചിപ്പിച്ച 3 പഞ്ചായത്തുകൾക്ക് 3 വ്യത്യസ്ത ഗ്രൂപ്പുകൾ സമാന്തരമായി പ്രവർത്തനം സുഗമമാക്കുവാനും സമയബന്ധിതമായി പൂർത്തിയാക്കുവാനും സഹായിക്കും. KCB ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച. അതുപോലെ ഐരാപുരം കോളേജിന്റെ മേലധികാരികളെ കണ്ട് ഔപചാരികമായ അനുവാദം വാങ്ങൽ. ഐരാപുരം കോളേജ് NSS വോളണ്ടിയേഴ്സുമായുള്ള കൂടിക്കാഴ്ചയും സഹകരണം ഉറപ്പാക്കലും. പ്രവർത്തനങ്ങളുടെ ആസൂത്രണം. ഊർജ സുരക്ഷാ ഗ്രാമം സംഘാടക സമിതിയുടെ രൂപീകരണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉൾപ്പെടുന്ന വിദഗ്ധ സമിതി രൂപീകരണം. ഊർജ ഉപഭോഗം മനസ്സിലാക്കാനായി വിവരശേഖരണം, വിശകലനം, വീട്ടുമുറ്റ ഊർജ സദസ്സുകൾ, പ്രതിമാസ വൈദ്യുതി ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടി, കുടുംബയോഗങ്ങൾ, അതുപോലെ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം. ദക്ഷത കൂടിയ വൈദ്യുതി ഉപകരണങ്ങളുടെ പ്രചാരണം, ബദൽ ഉപകരണങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. ധനകാര്യ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുക. സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ താല്പര്യമുള്ള വീടുകൾ, സ്ഥാപനങ്ങൾ കണ്ടെത്തി പട്ടിക തയ്യാറാക്കൽ. ഗുണഭോക്താക്കളുടെ സംയുക്ത യോഗം. സാങ്കേതിക വിദഗ്ധരുമായും ധനകാര്യ സ്ഥാപനങ്ങളുമായും മുഖാമുഖം സംശയ നിവാരണം. താല്പര്യമുള്ള ഗുണഭോക്താക്കളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കൽ. അനുയോജ്യരായ ഏജൻസിയെ കണ്ടെത്തൽ, കരാർ ഒപ്പുവയ്ക്കൽ. ധനകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ ഉറപ്പാക്കൽ. സോളാർ പ്ലാന്റ് സ്ഥാപനം. സംഘാടനം. വാർഡ് മെമ്പർ, KCBയിലെ വിരമിച്ച ഉദ്യോഗസ്ഥർ, നിലവിലുള്ള ഉദ്യോഗസ്ഥർ, ഐരാപുരം കോളേജ് അധികൃതർ, ഐരാപുരം കോളേജ് NSS കോർഡിനേറ്റർ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മേഖലാ കമ്മിറ്റി പ്രവർത്തകർ, യൂണിറ്റ് പ്രവർത്തകർ, വേൻ കേശവപിള്ള സ്മാരക വായനശാല പ്രവർത്തകർ, വാർഡ് വികസന സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നീ വിഭാഗങ്ങളിലെ പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് അവരുടെ എല്ലാം പ്രതിനിധികൾ ഉൾപ്പെട്ട സംഘാടക സമിതി രൂപീകരണം. പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദഗ്ധ സമിതിയുടെ രൂപീകരണം. അതോടൊപ്പം വിവരശേഖരണത്തിനായി ഒരു ഉപസമിതി ഉണ്ടാകണം. ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സംഘാടക സമിതി പ്രവർത്തിക്കും. പിന്നെ ധനകാര്യ വിശകലനം, സംഘാടക സമിതി രൂപീകരണം, ഉദ്ഘാടന യോഗങ്ങൾ 3, വിവരശേഖരണം 900 വീടുകൾ, കുടുംബയോഗങ്ങൾ 60. അടുത്ത പ്രോജക്റ്റ് വിളിക്കുകയാണ് 5 മിനിറ്റ് ആയി. ഓക്കെ. അടുത്തത് ശശികല, ജീവിതശൈലി രോഗങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള ജനകീയ ഇടപെടൽ. ആരോഗ്യരംഗത്ത് കേരളം മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. പ്രധാന ആരോഗ്യ സൂചകങ്ങളായ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, പ്രതീക്ഷിത ജീവിത ദൈർഘ്യ നിരക്ക് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ കേരളത്തിന്റെ നേട്ടം വികസിത രാജ്യങ്ങളോട് തുലനം ചെയ്യുവാൻ കഴിയുന്നതാണ്. അതേസമയം രോഗാതുരത വളരെ കൂടിയ സംസ്ഥാനമാണ് നമ്മളുടേതെന്ന് ഒരു വൈരുദ്ധ്യമായി തുടരുന്നു. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണെന്നതുകൊണ്ട് മരണസംഖ്യ വളരെ കുറച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ചികിത്സയ്ക്കായി നാം ചെലവാക്കുന്ന തുക
നമുക്ക് തടയാൻ കഴിയുന്നതോ സങ്കീർണാവസ്ഥ ഒഴിവാക്കാൻ കഴിയുന്നതോ ആയ രോഗങ്ങൾക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പകർച്ചേതര വ്യാധികൾ അഥവാ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പൊതുവെ കണക്കാക്കുന്ന പ്രമേഹം, രക്താതിമർദ്ദം, ഹൃദ്രോഗം, പക്ഷാഘാതം, അർബുദം തുടങ്ങിയവയാണ്. കൃത്യമായ ജനകീയ ഇടപെടലും അനുധാവന പ്രവർത്തനങ്ങളും ഉണ്ടായാൽ ഈ രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ലക്ഷ്യങ്ങൾ. പൊതുലക്ഷ്യം: ജീവിതശൈലി രോഗങ്ങൾ തടയുക, സങ്കീർണാവസ്ഥകൾ ഒഴിവാക്കുക. സവിശേഷ ലക്ഷ്യങ്ങൾ: 1. പഞ്ചായത്തിലെ ഒരു വാർഡിൽ പ്രമേഹ രോഗം ബാധിച്ചവരെയും രോഗബാധ സാധ്യത ഉള്ളവരെയും കണ്ടെത്തുക. 2. രോഗം ബാധിച്ചിട്ടുള്ളവർ കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ടോ, ആവശ്യമായ പരിശോധനകൾ നടത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. 3. മരുന്ന് ലഭ്യത കുറവുള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുക. 4. ഭക്ഷണക്രമം, വ്യായാമം എന്നിവ സംബന്ധിച്ച് കൃത്യമായ അവബോധം നൽകുക. 5. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുക. പ്രവർത്തനങ്ങൾ. ആരോഗ്യ പ്രവർത്തകരുടെ, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ, ആരോഗ്യ വിദഗ്ധർ എന്നിവരുടെ സഹകരണത്തോടെ പരിഷത്ത് യൂണിറ്റ് അംഗങ്ങൾക്ക് പദ്ധതിയുടെ പ്രാധാന്യം, ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച് കൃത്യമായ ധാരണ നൽകുക. പദ്ധതി 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ പ്രവർത്തന കലണ്ടർ തയ്യാറാക്കുക. 2. പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വാർഡിൽ വാർഡ് മെമ്പറുടെ സഹകരണത്തോടെ വാർഡിലെ പ്രധാന പ്രവർത്തകരുടെ, അതായത് വികസന സമിതി, ജാഗ്രതാ സമിതി, കുടുംബശ്രീ, ആരോഗ്യ കർമ്മസമിതി എന്നിവയിലെ പ്രതിനിധികൾ, ആശാവർക്കർമാർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർത്ത് പദ്ധതിയുടെ പ്രാധാന്യം വിശദീകരിക്കുകയും തുടർ പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുക. 3. വാർഡിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രമേഹ രോഗികളുടെ വിവരങ്ങൾ ആശാപ്രവർത്തകരുടെ പക്കൽ നിന്നും ശേഖരിക്കുക. ആദ്യഘട്ടത്തിൽ നിലവിൽ പ്രമേഹ ബാധിതരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ രോഗാവസ്ഥ, മരുന്ന് കഴിക്കൽ, ഭക്ഷണരീതി, വ്യായാമം എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുക. 5. ഈ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. 6. അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് BMI പരിശോധന, രക്തപരിശോധന, ജീവിതശൈലി രോഗങ്ങൾ സംബന്ധിച്ച ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുക. 7. മാസം തോറും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക. ധനകാര്യ വിശകലനം. ആകെ 25,000 രൂപ. നേട്ടങ്ങൾ: ദീർഘസ്ഥായി രോഗികളുടെ എണ്ണം കുറയുന്നു. 2. കുടുംബങ്ങളുടെ ചികിത്സാഭാരം കുറയുന്നു. 3. നല്ല ആരോഗ്യശീലം ജനങ്ങളിൽ വളരുന്നു. മോണിറ്ററിംഗ്. വാർഡ് തലത്തിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന 3 പേരെ ഉൾപ്പെടുത്തി പ്രതിമാസ വിലയിരുത്തൽ നടത്തണം. നിലവിൽ ആലുവ മുനിസിപ്പാലിറ്റിയിലെ 25-ാം വാർഡിലും കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് കൈൻറ്റിക്കരയിലും ഈ പദ്ധതി നടന്നുവരുന്നു. നന്ദി. അടുത്ത പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത് CP പോൾ പ്രതിഭാ പദ്ധതി. CP പോൾ. ഇപ്പോൾ ഇല്ല എന്ന് വിചാരിക്കും. ഓക്കെ. പ്രോജക്റ്റിന്റെ പേര് മക്കൾക്കൊപ്പം മാതാപിതാക്കൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റാണ്. ആമുഖത്തിലേക്ക് അടുക്കുകയാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ഈ നിയമം നിലവിൽ വന്ന് 15 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇത് പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേരളവും ഏറെ പിന്നിലാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പഠനനിലവാരത്തെക്കുറിച്ച് വിമർശിക്കുന്നവർ വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല. അത് നൽകുന്നില്ലെങ്കിലും പഠനനിലവാരം മോശമാകാൻ കാരണക്കാരൻ വിദ്യാർത്ഥിയാണെന്നാണ് പൊതുസങ്കല്പം. യഥാർത്ഥത്തിൽ കുട്ടിക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൽ സർക്കാരിനും പൊതുസമൂഹത്തിനും മാതാപിതാക്കൾക്കും പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. പഠനത്തിൽ മാതാപിതാക്കളുടെ ശ്രദ്ധയും പിന്തുണയും കിട്ടുന്ന കുട്ടികളിൽ 60% കൂടുതൽ കുട്ടികളും മികച്ച നിലവാരം പുലർത്തുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ശ്രദ്ധയോ പിന്തുണയോ ലഭിക്കാത്ത കുട്ടികളിൽ ഭൂരിപക്ഷം കുട്ടികളും പഠനത്തിൽ പിന്നോക്കം പോകുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾക്ക് ആവശ്യമായ പിന്തുണ സഹായം നൽകി മക്കളുടെ വിദ്യാഭ്യാസത്തിൽ അവർക്ക് ആവശ്യമായ ശ്രദ്ധയും പിന്തുണയും നൽകുന്നതിന് മാതാപിതാക്കളെ പ്രാപ്തരാക്കുകയും അതിലൂടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ വിദ്യാഭ്യാസ പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ.
ഒന്നാം ഘട്ടം എന്ന നിലയിൽ ഒരു തദ്ദേശ സ്വയംഭരണ പ്രദേശത്ത് ഒരു സർക്കാർ വിദ്യാലയത്തിലെ 75 മുതൽ 100 വരെ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഈ പ്രോജക്റ്റിന്റെ ഭാഗമാക്കിയാൽ മതിയാകും. 2025 ജൂൺ മുതൽ 2026 മാർച്ച് വരെയാണ് പ്രോജക്റ്റ് കാലഘട്ടം. മാസത്തിലൊരിക്കൽ മാതാപിതാക്കൾക്കുള്ള ശാക്തീകരണ പരിപാടി, മാസത്തിലൊരിക്കൽ ക്ലാസ് PTA, നിരന്തര മൂല്യനിർണയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതി, കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ള പരിശോധന, ഇതിൽ മാതാപിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ, ഇതെല്ലാം ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ്. സംഘാടനം, പഞ്ചായത്ത് തല സംഘാടക സമിതി നിലവിൽ വരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ക്ലസ്റ്റർ HM അല്ലെങ്കിൽ നിർവഹണ ഉദ്യോഗസ്ഥ, സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മെമ്പർ, PTA പ്രസിഡന്റ്, SMC, HM, ഇവരെല്ലാവരും തന്നെ ഇതിലെ പ്രധാന വ്യക്തികളായിരിക്കും. കൂടാതെ ഒരു അക്കാഡമിക് സമിതി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ ശാക്തീകരണ പരിപാടികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾക്ക്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 10,000 രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പ്രോജക്റ്റിന്റെ മോണിറ്ററിംഗുമായി ബന്ധപ്പെട്ട് ഒരു മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ കൂടുതൽ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് വിശദീകരിച്ച് എഴുതാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അടുത്ത അവതരണം പ്രസംഗ കളരി, ലിത തോമസ്. ലിത തോമസ്. ഓക്കെ സർ, ഓക്കെ. ഒരു വേദിയിൽ നിന്ന് ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആത്മവിശ്വാസത്തോടെ ആശയവ്യക്തത കൈവരിക്കാനും സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രസംഗ പഠന കളരി. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമായത് കൊണ്ട് തന്നെ ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീജനങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ ഒരു വാർഡിൽ നിന്ന് 10 പേര് വീതം, അങ്ങനെ എല്ലാ വാർഡുകളിൽ നിന്നുമുള്ള വനിതകളെ സംഘടിപ്പിച്ച് 3 ബാച്ചുകളിലാക്കി നമുക്ക് 3 ദിവസങ്ങളിൽ നടത്താവുന്ന ഒരു പരിശീലന പദ്ധതിയാണ് ഇത്. 3 കേന്ദ്രങ്ങളിലായി, അതായത് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 3 കേന്ദ്രങ്ങളിലായി 2 ഘട്ടമായുള്ള പരിശീലന പരിപാടി എന്ന നിലയിൽ ഇത് സംഘടിപ്പിച്ചാൽ നന്നായിരിക്കും. ഫാക്കൽറ്റി ഫീ, ഭക്ഷണം ഉൾപ്പെടെയുള്ള ഉള്ളവയ്ക്കായിട്ട് നമുക്ക് നീക്കിയിരിക്കേണ്ടി വരുന്ന മൊത്തം തുക എന്ന് പറയുന്നത് 45,000 രൂപയാണ്. ഇത് നമ്മൾ കടുങ്ങല്ലൂർ പഞ്ചായത്തില് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരു പദ്ധതിയാണ്. താങ്ക് യു. അടുത്തത് വയോസൗഹൃദ തിരുവാണിയൂർ. അവതരിപ്പിക്കുന്നത് പ്രൊഫസർ PR രാഘവൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കൂടിയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം കൂടിയാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം തുടങ്ങിയ പ്രോജക്റ്റാണ്, ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. വയോജന സൗഹൃദ തിരുവാണിയൂർ എന്നാണ് പ്രോജക്റ്റിന്റെ പേര്. ഞങ്ങളുടെ പഞ്ചായത്തിൽ നമ്മുടെ സർവേ നടത്തിയപ്പോൾ, വീടുകൾ കയറി സർവേ നടത്തിയപ്പോൾ 4250 പേരാണ് വയോജനങ്ങളായിട്ടുള്ളത്. 60 വയസ്സിൽ മേലെ പ്രായമുള്ളവർ. ജനസംഖ്യ 25,327 2011 കണക്കനുസരിച്ച്. അപ്പോൾ 16.7% ആളുകൾ വയോജനങ്ങളാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് ലക്ഷ്യം പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ്. പ്രധാനമായിട്ട് നമ്മൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ഒരു വയോജന സമിതി രൂപീകരിച്ചു. അതിന് ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, എൻ്റെ വൈസ് ചെയർമാൻ, സന്നദ്ധ പ്രവർത്തനം, അങ്ങനെ ഒരു 15 പേരടങ്ങുന്ന ഒരു സമിതിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്, മോണിറ്റർ ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 16 വാർഡിലായിട്ട് 32 വയോ ക്ലബ്ബുകൾ രൂപീകരിച്ചു. ഒരു വാർഡിൽ 2 വീതം. അപ്പോൾ വയോജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള 2 ഇടങ്ങൾ ആദ്യമേ തീരുമാനിച്ചു, 32. അത് 32 വാർഡുകളിലും വയോ ക്ലബ്ബുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് തുറന്നു പറയേണ്ട ഒരു കാര്യം. 2, ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി വയോ മെന്റർമാർ എന്ന രീതിയിൽ 32 സന്നദ്ധരായ, എല്ലാവരും തന്നെ സ്ത്രീകളാണ്, പുരുഷന്മാരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കണ്ടെത്തി. അവർക്ക് മാസം 1000 രൂപ ഒരു ചെറിയ പോക്കറ്റ് മണി കൊടുക്കും. എന്നിട്ട് 2
പ്രാവശ്യം മാസത്തിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യം കൂടും. ഒരു പ്രാവശ്യം കൂടുന്നത് നമ്മൾ കൊടുക്കുന്ന പരിശീലനത്തിന്റെ വെളിച്ചത്തിലുള്ള ഉല്ലാസ പരിപാടികളാണ്. പിന്നെ കുറച്ച് ഗൗരവമുള്ള പരിപാടികൾ, ആരോഗ്യ പരിശോധന, അങ്ങനെയുള്ള കുറച്ച് ക്ലാസ്സുകൾ ഉള്ള പരിപാടികളാണ്. അപ്പോൾ 2 പ്രാവശ്യം കൂടുക എന്നതാണ് ഒരു കാര്യം. ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് പ്രാഥമിക ആരോഗ്യ പരിശോധന, ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ പ്രഷർ, അങ്ങനെയുള്ളത്. അത് ഫാമിലി ഹെൽത്ത് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് അത് വാർഡുകളിൽ ചെന്ന് നടത്താനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വയോജനങ്ങൾക്ക് ലഘുവായ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള, ഇപ്പോൾ നമ്മളൊരു പപ്പയ പ്രോജക്റ്റാണ് എടുക്കുന്നത്. എല്ലാവർക്കും ആ വയോ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പപ്പയ കൃഷി ചെയ്യുന്നു. അത് തുടങ്ങിയിട്ടില്ല, അങ്ങനെ ആലോചിക്കുന്നതാണ്. പിന്നെ വേറൊന്ന് കാന്താരിത്തൈ കൊടുത്തുകൊണ്ട് ഈ ഒരു തമാശന് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ലഘുവായ പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നാൽ അവർക്ക് സൗകര്യം കൊടുക്കാനുള്ള പരിപാടി, നിർദ്ധരായ വയോജനങ്ങൾക്ക് സൗജന്യ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന പരിപാടി, പിന്നെ വാർഡ് തല വാട്സപ്പ് ഗ്രൂപ്പുകൾ, പിന്നെ ഹെൽത്തി ഏജിങ്, ആരോഗ്യത്തോടെ പ്രായമാകാം എന്നുള്ള ആശയത്തെ കേന്ദ്രീകരിച്ചുള്ള ക്ലാസ്സുകൾ. അതിലിപ്പോൾ ഗവൺമെൻറ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറ ഒരു വർഷത്തേക്ക് എല്ലാ വാർഡിലും വന്ന് അവിടുത്തെ ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് സൗജന്യമായി ആയുർവേദ മരുന്നുകൾ തരാമെന്ന് ഉള്ള കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്. വരുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ന്യൂറോ സയൻസിൻ്റെ സഹായത്തോടെ മെമ്മറി ക്ലിനിക്കുകൾ, ഇപ്പോൾ ഡിമെൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാനുള്ള ചെറിയ എക്സസൈസ് തുടങ്ങിയ മെമ്മറി ക്ലിനിക്കുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സർക്കാർ ഓഫീസുകളും സാധ്യമായ വീടുകളും കക്കൂസ് വീടുകളും വയോസൗഹൃദമാക്കുക എന്ന് പറഞ്ഞാൽ കക്കൂസുകളിൽ റാമ്പ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിലെ വയോജന കലാമേള കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച് നല്ല വിജയമായിരുന്നു, ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വയോമെൻറ്റർമാർക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും പരിശീലനങ്ങളുണ്ട്. പിന്നെ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇടുക്കി. അതുപോലെ വേറൊന്ന് മെട്രോ, ജലമെട്രോയും മറ്റേ മെട്രോയിൽ കയറാത്തവർക്ക് വേണ്ടിയിട്ട് ടൂറ്, അത് അവരുടെ ചെലവിലാണ്. പിന്നെ ഒരു വയോ പഞ്ചായത്ത് അടുത്ത വർഷത്തെ പ്രോജക്റ്റുകൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ഒരു ക്ലബിൽ നിന്ന് ഒരാളെ വീതം, അങ്ങനെ 32 പേരടങ്ങുന്ന വയോ പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺവീനർ ICD സൂപ്പർവൈസറാണ്. പിന്നെ കോർഡിനേറ്റർ ഉണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഏകദേശം 7 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ്, മുഴുവനായിട്ടില്ല. പിന്നെ നേട്ടങ്ങളായിട്ട് തീർന്നു, ഒരു മിനിറ്റ്. നേട്ടങ്ങളായിട്ട് പറയുന്നത് ഏകദേശം 600 ആളുകൾ വയോ ക്ലബുകളായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 500ഓളം വീടുകളിൽ ഇതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. ഒരു സമാധാന അന്തരീക്ഷം, ഹാപ്പിനെസ് ഇൻഡെക്സ് വർധനവ്, ഇത്രേ ഉള്ളൂ. നിർത്തി. ഓക്കെ. അടുത്തത് PK മോഹൻ സാറാണ്. എന്റെ പുരവെള്ളം എന്റെ കിണർവെള്ളം എന്ന പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മോഹനൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുരുത്തിക യൂണിറ്റിന്റെ ജനകീയ ഗവേഷണ കേന്ദ്രമായ സയൻസ് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ പുരവെള്ളം എൻ്റെ കുടിവെള്ളം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വളരെയധികം മഴ ലഭിക്കുന്നു എങ്കിൽ വേനൽക്കാലമാകുമ്പോൾ നമ്മൾ അധികം ആളുകളും ജലത്തിനായി ജല അതോറിറ്റിയെയോ പഞ്ചായത്തിനെയോ ആശ്രയിക്കേണ്ടതായാണ് വരുന്നത്. ഇതിനൊരു പരിഹാരമായി ഞങ്ങൾ പ്രാദേശികമായി നടപ്പിലാക്കിയതും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു പദ്ധതിയാണിത്. നമ്മുടെ കാലാവസ്ഥയിൽ ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ടെറസിൽ നിന്ന് ഒരു വർഷം ഏകദേശം 3 ലക്ഷം ലിറ്റർ മഴവെള്ളം ലഭിക്കുമെന്നാണ് കണക്ക്. എന്നാൽ ഒരു 5 അംഗ കുടുംബങ്ങൾക്ക് നമുക്ക് ഒരു വർഷം 2 ലക്ഷം ലിറ്റർ വെള്ളമാണ് ആവശ്യമായി വരുന്നത്. ഈ വെള്ളം, ടെറസിൽ വീഴുന്ന വെള്ളം നമ്മുടെ പറമ്പിലൂടെ ഒഴുകി തോടുകളിലും ആറുകളിലുമായി ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പാഴാക്കാതെ വെള്ളം ശേഖരിച്ച് ഫിൽട്രേഷൻ നടത്തി നേരിട്ട് കിണറുകളിലേക്ക് കൊടുക്കുന്ന, അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഭൂഗർഭജല വിതാനം ഉയരുകയും വേനലിൽ നമുക്ക് ജലലഭ്യത വർദ്ധിക്കുന്നതായും ഞങ്ങൾ കണ്ടെത്തി. കൂടാതെ ജലത്തിൻ്റെ ഗുണമേന്മ കൂടുന്നതായും കാണുന്നു. ഞങ്ങൾ ടെറസിലോ ഷീറ്റിലോ വീഴുന്ന ജലം മുഴുവനും ശേഖരിച്ച് ഒരു പൈപ്പ് വഴി കിണറിന് സമീപമുള്ള കൊണ്ടുവന്നു താഴെ ഒരു 300 ലിറ്ററിൻ്റെ സിലിണ്ടറിക്കൽ ടാങ്കിൽ വീഴിക്കുന്നു. അതിനു മുൻപായി ഒരു വാൽവ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം വരുന്ന വെള്ളത്തിൽ അഴുക്കുകൾ ഉണ്ടാവും. ആ അഴുക്കുകൾ പുറത്തു കളയുന്നതിനും കൂടാതെ നമ്മൾ ടെറസിൻ്റെ മുകൾ പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഴുക്കും
ടാങ്കിലേക്ക് വരാതെ പുറന്തള്ളുന്നതിനാണ് ഈ വാൽവ് വയ്ക്കുന്നത്. ടാങ്കിൽ ഏകദേശം സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ 3/4 ഭാഗത്തോളം ചരിവുള്ള വശത്തിൻ്റെ താഴെയായി 6ആയി ഭാഗിച്ചിട്ട് അതിൽ 5 ഭാഗമാണ് നമ്മൾ ഏറ്റവും അടിയിലായി 6 mm മെറ്റിലും അതിൻ്റെ മുകളിലായി 4 mm മെറ്റിലും അതിൻ്റെ മുകളിലായി ഇരട്ടക്കരിയും അതിൻ്റെ മുകളിലായി 4 mm മെറ്റിലും വീണ്ടും 6 mm മെറ്റിലുമാണ് ഇടുന്നത്. അതിന് കൂടാതെ ഓരോ ലെയറിനും ഫൈബർ നെറ്റും നമ്മൾ വയ്ക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഫിൽറ്റർ ചെയ്ത് വരുന്ന ജലം നമ്മൾ നേരിട്ടെടുത്ത് കിണറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്, ഒരു പൈപ്പ് വഴി. ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഏകദേശം 200-250 ഓപ്പൺ കിണറുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പ്രോജക്റ്റ് ചെയ്യുവാൻ ഏകദേശം 15,000 രൂപയോളം ആകുന്നു. 100 വീട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഏകദേശം 15 ലക്ഷം രൂപയോളം ആകും. ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യമുള്ള പ്രദേശം കണ്ടെത്തുകയും ആ പ്രദേശത്ത് മാത്രമായി ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്താൽ വേനൽക്കാലത്ത് ജലത്തിൻ്റെ ലഭ്യത കൂടുകയും ചെയ്യുന്നതായി ഞങ്ങൾ മനസ്സിലാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പഞ്ചായത്തുകളിൽ എല്ലാം ഈ പ്രോജക്റ്റ് വെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ക്ഷീരസമൃദ്ധി, AK രഞ്ജൻ. രഞ്ജനില്ലേ? ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. വാതിൽപ്പടി പാൽ വിതരണമാണോ അല്ല ആമുഖം? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്രം ജനനന്മയ്ക്ക് ശാസ്ത്രം നവകേരളത്തിന്റെ ക്യാമ്പയിൻ ഭാഗമായി കൂട്ടുളി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിലെ പ്രധാന ഉപവിഭാഗമായ മൃഗസംരക്ഷണ മേഖലയാണ് പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. എറണാകുളം ജില്ലയിലെ കൂട്ടുളി ഗ്രാമപഞ്ചായത്തിൽ ജനസംഖ്യ 42,854 2018 സെൻസസ്. ആകെ വാസഗൃഹങ്ങൾ 15,431. ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിലവിലുള്ള വാർഡ് 24 വിജ്ഞാപനം ചെയ്ത് തുടർനടപടികൾ നടത്തുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറൂർ മേഖലയിൽ കൈതാര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂട്ടുള്ളി വികസന സമിതി കൂട്ടുള്ളി ഗ്രാമപഞ്ചായത്ത് ധനസമിതി അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് സർവേ നടത്തിയത്. 2022 ജൂൺ ആദ്യവാരം ആരംഭിച്ച പഠന പ്രവർത്തനങ്ങൾ 2022 ഡിസംബറിലാണ് പൂർത്തീകരിച്ചത്. പഠനത്തിന്റെ ഭാഗമായി നിരവധിയായ പ്രശ്നങ്ങൾ: തീറ്റപ്പുൽ 10 മെട്രിക് ടൺ വേണ്ടിടത്ത് 2 മെട്രിക് ടൺ പോലും ലഭ്യതയില്ല, ശാസ്ത്രീയമായ പരിചരണത്തിന്റെ അഭാവം, സംസ്ഥാന ശരാശരിയിൽ താഴെയുള്ള ഉൽപാദനക്ഷമത, വിപണി സാധ്യതകൾ, പാൽ ലഭ്യത സംസ്ഥാന ശരാശരിയുടെ 4 പോലുമില്ല, ക്ഷീരകർഷകരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഇന്ത്യയിൽ 20.5 ദശലക്ഷം ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് മൃഗസംരക്ഷണ മേഖല. 14% ഗ്രാമീണ കുടുംബങ്ങളുടെയും 2/3 ഗ്രാമീണ ജനങ്ങളുടെയും ഉപജീവന ഉപാധിയാണ്. രാജ്യത്തെ 8.8% ജനങ്ങൾ തൊഴിൽ നൽകുന്നുണ്ട്. കൂട്ടുള്ളി പഞ്ചായത്തിൽ ജനസംഖ്യയുടെ 1.3% മാത്രമാണ് ക്ഷീരമേഖലയെ ആശ്രയിക്കുന്നത്. 1% കുടുംബങ്ങൾ പോലും ക്ഷീരമേഖലയിൽ തൊഴിലെടുക്കുന്നില്ല. ഇത് അഖിലേന്ത്യാ ശരാശരിയുടെ 14.1 പോലുമില്ല. കേരളത്തിൽ പാൽ ഉൽപാദനം ആവശ്യത്തിന് കുറവാണ്. ഇത് നികത്തുന്നത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കൂട്ടുള്ളി പഞ്ചായത്തിൽ ഉൽപാദനം 2.5 മെട്രിക് ടൺ ആണ്. ആവശ്യം 12 മെട്രിക് ടൺ ആണ്. ഇതിൽ 5.9 മെട്രിക് ടൺ, ഏതാണ്ട് 72.3% മിൽമയാണ് സപ്ലൈ ചെയ്യുന്നത്. 1.28 മെട്രിക് ടൺ 15.7%. കർഷകർ നേരിട്ട് വിപണനം ചെയ്യുന്നു. 0.2 മെട്രിക് ടൺ 2.5%. പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ചെറിയ തുകയിൽ വിപണനം ചെയ്യുന്നു. 5 പാലുൽപാദക സഹകരണ സംഘങ്ങൾ 1.04 മെട്രിക് ടൺ ശേഖരിക്കുന്നു. ഇതിൽ 0.78 മെട്രിക് ടൺ, അതായത് 9.5% പ്രാദേശികമായി വിപണനം ചെയ്യുന്നു. സംഘം ശേഖരിക്കുന്നതിൽ 0.26 മെട്രിക് ടൺ മിൽമയ്ക്ക് ലിറ്ററിന് 46 രൂപയ്ക്ക് നൽകുന്നു. ഇതാകെ എടുത്താൽ 8.2 മെട്രിക് ടണ്ണായാണ് പഞ്ചായത്തിൽ വിപണനം നടക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ദൈനംദിന വരുമാനം ഉറപ്പു നൽകുന്ന ഈ മേഖല ആളുകൾക്ക് പോഷകാഹാരം നൽകുന്നതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾ
സ്ത്രീകൾ എന്നിവർക്ക് തൊഴിൽ പ്രദാനം ചെയ്യുന്നതടക്കം സാധാരണക്കാരിൽ ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ മേഖലയ്ക്ക് കഴിയും. പ്രാദേശികമായി പാലിന്റെ ആവശ്യകത പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല. ഈ വിടവ് നികത്തുന്നതിന്റെ ഭാഗമായി നിരവധി പേർക്ക് തൊഴിൽ നൽകാനാവും. ആദ്യഘട്ടം എന്ന നിലയിൽ പാലുൽപാദക സംഘങ്ങൾ മിൽമയ്ക്ക് നൽകുന്ന പാല് തൊഴിൽ രഹിതരായവർക്ക് ന്യായവിലക്ക് നിശ്ചയിച്ച് നൽകിയാൽ തൊഴിൽ രഹിതരായ വനിതകൾക്കും പ്രാദേശിക വിപണികളിൽ ഉപജീവന മാർഗം കണ്ടെത്താനാവും. ലക്ഷ്യങ്ങൾ: കോട്ടുള്ളി പഞ്ചായത്ത് ഉൾപ്പെട്ട വീടുകളിലും കടകളിലും വില്ലകളിലും ഫ്ളാറ്റുകളിലും ഇരുചക്ര വാഹനത്തിൽ എത്തി ശുദ്ധമായ പാൽ ന്യായവിലക്ക് ആവശ്യാനുസരണം അളന്നു നൽകുന്നു. രണ്ട് വനിതകൾക്ക് ഉപജീവന മാർഗം. പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ശുദ്ധമായ പാൽ ന്യായവിലക്ക് വീട്ടുപടിയിൽ എത്തിക്കും. ഗുണഭോക്താക്കൾ: കോട്ടുള്ളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 50 വയസ്സിൽ താഴെ പ്രായപരിധിയിലുള്ള വനിതകൾ. പഞ്ചായത്തിലെ ജനങ്ങൾ. പ്രവർത്തനങ്ങൾ: കോട്ടുള്ളി ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭയിൽ നിന്നും വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കണം. പാൽപ്പൊടി വിതരണത്തിന് ശുദ്ധമായ പാൽ ന്യായവിലക്ക് ലഭിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന പാൽ ഉൽപാദക സഹകരണ സംഘങ്ങളുമായും തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുമായും ധാരണാപത്രം ഒപ്പുവെക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുക്കണം. പാൽ വിതരണത്തിന് ആവശ്യമായ ഇരുചക്ര വാഹനവും 2 പാൽ കാനുകളും അളവ് പാത്രങ്ങളും ടാപ്പുകളും ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകണം. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംഘങ്ങളിൽ നിന്നും അതിരാവിലെ ഇരുചക്ര വാഹനത്തിൽ ഉറപ്പിച്ച പാൽ കാനുകളിൽ പാൽ ശേഖരിച്ച് പഞ്ചായത്ത് അതിർത്തിയിലുള്ള വീടുകളിലും കടകളിലും വില്ലകളിലും ഫ്ളാറ്റുകളിലും അളവ് പാത്രത്തിൽ അളന്ന് ആവശ്യക്കാർക്ക് ഗുണമേന്മ ഉറപ്പാക്കി ന്യായവിലക്ക് പാൽ നൽകുക. ഇരുചക്ര വാഹനം ഉള്ളവർക്ക് 2 പാൽ കാനുകളും അളവ് പാത്രങ്ങളും ടാപ്പുകളും ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകണം. ക്ഷീരസാഗർ എന്ന പേരിൽ നടത്തുന്ന ഈ പ്രോജക്ടിന്റെ വിജയത്തിന് ശ്രദ്ധേയമായ പ്രചാരണം കിട്ടുന്ന നിലയിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടത്തണം. സംഘാടനം: കോട്ടുള്ളി ഗ്രാമപഞ്ചായത്ത് നിശ്ചയിച്ചു നൽകുന്ന പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിരിക്കും നിർവഹണം നടത്തുന്നത്. ധനകാര്യ വിശകലനം: ഒരു യൂണിറ്റ് കോസ്റ്റ് 1,30,000 രൂപ. സബ്സിഡി മറ്റു കാര്യങ്ങളും: ജനറൽ വിഭാഗത്തിന് 50% സബ്സിഡി 65,000 രൂപ. പട്ടികജാതിക്ക് 75% 97,000 രൂപ. പട്ടികവർഗ വിഭാഗമാണെങ്കിൽ 100% സബ്സിഡി. സമയമായിട്ടോ? ഓക്കെ. നെക്സ്റ്റ് PS വിജയകുമാർ 410. എല്ലാവർക്കും നമസ്കാരം. പ്രോജക്റ്റ് പേര് വിദ്യാജ്യോതി SC വിദ്യാഭ്യാസ വികസന പദ്ധതി. പഞ്ചായത്തിലെ 3 പൊതുവിദ്യാലയങ്ങളിലെ 8ാം തരത്തിൽ പഠിക്കുന്ന 400-ൽ പരം വിദ്യാർത്ഥികളിൽ പഠനത്തിന് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ 30% വരുന്നവർ SC വിഭാഗത്തിലെ കുട്ടികളാണ്. ഇവർക്ക് മതിയായ പരിശീലനം നൽകി മറ്റുള്ള വിഭാഗക്കാർക്കൊപ്പം ഉയർന്ന റിസൾട്ട് ലഭിക്കുന്നവരായി മാറ്റാൻ നിലവിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി അഭിമാനാർഹമായ നേട്ടത്തിന് പ്രാപ്തമാക്കുന്ന പദ്ധതിയാണിത്. ലക്ഷ്യം: പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി മതിയായ പരിശീലനം നൽകി മികച്ച വിജയം നേടുവാനും പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും പ്രാപ്തരാക്കുക. ഗുണഭോക്താക്കൾ: നിശ്ചിത സ്വയംഭരണ പ്രദേശത്തെ SC വിഭാഗത്തിൽപ്പെട്ട 8ാം തരത്തിലെ വിദ്യാർത്ഥികൾ. പ്രവർത്തനങ്ങൾ: പദ്ധതി പ്രദേശത്തെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥിനികളെയും അവരുടെ രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തിയും SC വാർഡ് മെമ്പർമാരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മുതിർന്ന അധികാരികളെ ഉൾപ്പെടുത്തി ഒരു സമിതി രൂപീകരിക്കുക. വിദ്യാജ്യോതി വിദ്യാഭ്യാസ പദ്ധതിയുടെ നടത്തിപ്പിനായി പ്രദേശത്തെ SC വിഭാഗക്കാരിൽ നിന്ന് റിസോഴ്സ് പേഴ്സണെ കണ്ടെത്തൽ. വിവിധ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടിയ മറ്റു വിഭാഗക്കാരെയും സാങ്കേതിക വിദഗ്ധരെയും ഉൾപ്പെടുത്തി ഒരു പരിശീലന ടീം രൂപീകരിക്കണം. പണം ചിലവാക്കേണ്ടവ: വിദ്യാജ്യോതി പദ്ധതിക്കായി തിരഞ്ഞെടുത്ത കെട്ടിടത്തിൽ ഫർണിച്ചർ സൗകര്യങ്ങൾ ഒരുക്കുക. പഠനോപകരണങ്ങൾ തയ്യാറാക്കുക. അവധി ദിവസങ്ങൾ പഠനത്തിനായി കണ്ടെത്തുക. സംഘാടനം: തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉന്നതാധികാരികളും ജനപ്രതിനിധികളും വിദഗ്ധരും SC മെമ്പർമാരും മികച്ച അക്കാദമിക് നിലവാരമുള്ള പരിശീലകരും രക്ഷിതാക്കളും അടങ്ങുന്ന സമിതി. ധനകാര്യ വിശകലനം: റിഫ്രഷ്മെന്റ് പഠിതാക്കൾക്ക് 20,000 രൂപയും പഠനോപകരണങ്ങൾക്കായിട്ട് 20,000 രൂപയും ഉൾപ്പെടെ 40,000 രൂപ ചെലവ് വരുന്നു. നേട്ടങ്ങൾ: വിദ്യാജ്യോതി പദ്ധതിയുടെ ഭാഗമായി പദ്ധതി പ്രദേശത്തെ SC വിഭാഗ വിദ്യാർത്ഥികൾക്കിടയിൽ വിജയശതമാനം ഉയർത്താൻ കഴിയുന്നു. മോണിറ്ററിംഗ്: തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തലവന്മാർ, ഉദ്യോഗസ്ഥന്മാർ, SC മെമ്പർമാർ ഉൾപ്പെടെ ഒരു സമിതിയുടെ മോണിറ്ററിംഗ് അത്യന്താപേക്ഷിതമാണ്. നമസ്കാരം.
അടുത്തത് ലിസ്റ്റ് പ്രകാരം VM കുമാറാണ്, ഭിന്നശേഷി കലോത്സവം. സംസാരിക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. പ്രോജക്ട് നമ്പർ 411. ആ പ്രോജക്റ്റ് രാജൻ ചേട്ടൻ മാറ്റി വെച്ചെന്നാ പറഞ്ഞത്. അടുത്തത് എടുക്കാം. ജെൻഡർ റിസോഴ്സ് സെന്റർ 413, മൂന്നമാഷ്. മൂന്നമാഷ് ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത്. 412. 412 വിളിക്കാം. 412 ആണ് അടുത്ത പ്രോജക്റ്റ്. ഹലോ, ജെൻഡർ റിസോഴ്സ് സെന്റർ നമ്മുടെ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ മാർഗരേഖ അനുസരിച്ച് പഞ്ചായത്ത് തലത്തിൽ ഒരു ജെൻഡർ റിസോഴ്സ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ ജെൻഡർ റിസോഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിൽ ജെൻഡർ റിസോഴ്സ് ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആമ്പല്ലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണത്. ജെൻഡർ റിസോഴ്സ് സെന്റർ പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷയും ICDS സൂപ്പർവൈസർ നിർവഹണ ഉദ്യോഗസ്ഥയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി കൺവീനറുമാണ്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും വിദഗ്ധരും ജെൻഡർ രംഗത്തെ വിദഗ്ധരും ഉൾപ്പെടെ 15 പേരാണ് കമ്മിറ്റിയിലുള്ളത്. അതിന്റെ വാർഡുതല പ്രവർത്തനങ്ങൾ, ജെൻഡർ രംഗത്തെ വാർഡുതല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ജെൻഡർ ക്ലബ്ബുകൾ രൂപീകരിക്കുക എന്നുള്ളത്. വാർഡ് തലങ്ങളിൽ ജെൻഡർ ക്ലബ്ബുകളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വാർഡിലെ ഒരു അംഗനവാടിയാണ്. അംഗനവാടി ടീച്ചറിനെ ജോയിന്റ് കൺവീനർ ആക്കിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് ഒരു കൺവീനറെ കണ്ടെത്തി 10ൽ കുറയാതെയുള്ള വനിതകൾ ചേർന്ന് രൂപീകരിക്കുന്നതാണ് ജെൻഡർ ക്ലബ്ബുകൾ. അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ വാർഡ് മെമ്പറാണ്. 10 പേരെ വിവിധ പ്രായത്തിലും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സ്ത്രീകളെ പെൺകുട്ടികളെയുമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് വാർഡ് തലങ്ങളിൽ കൂടിച്ചേരുന്നതിന് ഉള്ളൊരിടവും അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും വിവിധ ദിനാചരണങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതിനും അതിൽ അവർ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഉള്ളൊരു വേദിയായിട്ടാണ് ജെൻഡർ ക്ലബ്ബുകളെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു തുടങ്ങുന്നതിന് ഉള്ള ഒരു 1000 രൂപയാണ് എല്ലാ ജെൻഡർ ക്ലബ്ബുകൾക്കുമായി കൊടുക്കുന്നത്. എല്ലാ മാസവും അവർ നിശ്ചയിക്കുന്ന ഒരു ദിവസമെങ്കിലും അവർ യോഗം ചേരുകയും ആ വാർഡിലെയും പൊതുവിലുമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആമ്പല്ലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റാണ്. ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുമുണ്ട്. അതിലൂടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക, അത് അവർക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, കൂടുതൽ അറിവ് നേടേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുക, ദിനാചരണങ്ങൾ വനിതാ ദിനാചരണം ഉൾപ്പെടെയുള്ള ദിനാചരണങ്ങൾ വാർഡ് തലങ്ങളിൽ ആചരിക്കുക, അതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രഭാഷണങ്ങൾ നടത്തുക എന്നിവയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രതി മാസം യോഗങ്ങൾ കൂടാതെ പഞ്ചായത്ത് തലത്തിൽ 6 മാസത്തിലൊരിക്കൽ യോഗം ഇതിന്റെ കൺവീനർമാരുടെ ജോയിന്റ് കൺവീനറുടെയും യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പഞ്ചായത്ത് തലങ്ങളിൽ ഒരു സാംസ്കാരിക സംഗമം നടത്തുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി. ഇത്രയുമാണ് ഇതിന്റെ ചുരുക്കി പറയാനുള്ളത്. ഓക്കെ, അടുത്ത് ഷക്കീല മാഡം ആണ്, MECയുടെ ഷക്കീല മാഡം. എല്ലാവർക്കും നമസ്കാരം. ഓരോ വിഭാഗം സംരംഭങ്ങൾക്കും സാങ്കേതിക സമിതി. ഒരു മലയാളി എന്ന നിലയിൽ 2022-2024 കാലഘട്ടം ഏറ്റവും അഭിനന്ദനാർഹമാണ്. എന്തുകൊണ്ടെന്നാൽ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഇന്ന് 1ാം സ്ഥാനത്താണ്. 2020-കളിൽ 15-20 സ്ഥാനത്തായിരുന്ന റാങ്കിങ്ങിൽ നിന്നാണ് 1ാം റാങ്കിങ്ങിലേക്ക് എത്തിയത്.
ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിന് കൂട്ടായി നിന്നത് വ്യവസായ വകുപ്പിന്റെ ഇന്ത്യന്മാരുടെ പ്രവർത്തനം, കുടുംബശ്രീ MECമാരുടെ പ്രവർത്തനം, ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനം എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിന്റെ ഫലമായാണ്. എന്നാൽ തുടങ്ങിയ സംരംഭങ്ങളിൽ 30% പോലും നിലനിൽക്കുന്നില്ല എന്നതാണ് ഇതിനെക്കുറിച്ചുള്ള അവലോകനത്തിൽ കണ്ടെത്തിയത്. പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള അപാകത, കൃത്യമായ ആവശ്യത്തിന് ഇത്ര ലോൺ ലഭ്യമാകാതെ വരല്, സാങ്കേതിക പരിജ്ഞാനക്കുറവ്, പ്രോഡക്ട്സിന്റെ ക്വാളിറ്റിയിലുള്ള കുറവുകള്, മാർക്കറ്റിംഗിലെ പരിചയക്കുറവ് തുടങ്ങിയവയാണ്. ഇതിനുള്ള പരിഹാരമായാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. ഓരോ വിഭാഗം സംരംഭങ്ങൾക്കും പ്രത്യേകം സാങ്കേതിക സമിതി സംഘടിപ്പിക്കൽ എന്നത്. ഓരോ തരത്തിലുള്ള സംരംഭങ്ങൾക്ക് ക്ലസ്റ്ററായി തരംതിരിക്കല്. ഉദാഹരണം, പൊടികൾ ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭകരുടെ ഒരു ക്ലസ്റ്റർ, വെളിച്ചെണ്ണ തുടങ്ങിയ ഓയിൽ സംരംഭകരുടെ മറ്റൊരു ക്ലസ്റ്റർ. ഇത്തരം ഓരോ ക്ലസ്റ്ററിലും സാങ്കേതിക പരിജ്ഞാനമുള്ള 4-5 പേരെ ചേർത്ത് ക്ലസ്റ്ററുകൾ സംഘടിപ്പിക്കുക. ക്ലസ്റ്റർ അനുസരിച്ച് സംരംഭകരെ ചേർത്ത് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ പ്രശ്നപരിഹാരത്തിന് സാധ്യതയാവും. ചില ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നവരുടെ പ്രശ്നം നിർമ്മിക്കുന്നവരെ ഹൈജീനായി അത് ചെയ്യുന്നില്ല എന്നത് ഉപഭോക്താക്കളുടെ തോന്നലാകാം. അതിന് പരിഹാരം കാണാനായിട്ട് സാധിക്കും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലെ അപാകതയാണെങ്കിൽ അതും പരിഹരിക്കാം. ഫണ്ട് ഉപയോഗത്തിലെ ഫണ്ട് മാനേജ്മെന്റിന് പരിഹാരമുണ്ടാക്കാം. വിൽപ്പനയിലാണെങ്കിൽ ഒരേ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുകയും മറ്റൊരു ടീംകാർ അത് മാർക്കറ്റ് ചെയ്യപ്പെടുകയുമാകാം. ഇത്തരത്തിൽ സാങ്കേതിക സമിതിക്ക് കൈത്താങ്ങായി സംരംഭകരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാൻ കഴിയും. ഈ കൈത്താങ്ങ് നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ സംരംഭകരുടെ കൊഴിച്ചുപോക്ക് നമുക്ക് ഒഴിവാക്കാം. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതിയിൽ ഫണ്ട് വകയിരുത്താം. 1 ലക്ഷം രൂപ വരെ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, കഴിഞ്ഞില്ലേ മാഷ്? താങ്ക് യു. അടുത്തത് ജലഗുണതാ പരിശോധന APG. തുടങ്ങാലോ. നെടുമ്പാശ്ശേരി പഞ്ചായത്തിന് വേണ്ടി APG നായരാണ് അവതരിപ്പിക്കുന്നത്. കുടിവെള്ള ഗുണനിലവാര പ്രോജക്റ്റ്, പരിശോധന പ്രോജക്റ്റ് 414 നമ്പർ. ആമുഖം. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒന്ന് കുടിവെള്ള മലിനീകരണമാണ്. ഈ സുരക്ഷിതമായ കുടിവെള്ളം പൗരൻ്റെ ജന്മാവകാശമാണ്. ഈ ഒരവസ്ഥയിൽ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ കുടിവെള്ള സുരക്ഷാവസ്ഥയെ സംബന്ധിച്ച് പഠനം നടത്താനും അത് പരിഹരിക്കാനുമുള്ള കുടിവെള്ള ഗുണപരതാ പരിശോധന നടത്താനും കുടിവെള്ള ശുചിത്വ വർക്കിംഗ് കമ്മിറ്റി നിരന്തരം ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ പരിഷത്ത് കഴിഞ്ഞ നവംബർ-ഡിസംബർ മാസങ്ങളിൽ നടത്തിയ ജലസുരക്ഷ ജീവസുരക്ഷ എന്ന ക്യാമ്പയിനിൽ ഉന്നയിച്ച ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളം ശുചിത്വമുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള പ്രാദേശികമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അവിടെ നിന്ന് ഉയർന്നു വന്നത്. ഇങ്ങനെ ഗുണപരതാ പരിശോധനത്തിന് പ്രാദേശിക തലത്തിൽ തന്നെ ആവശ്യാനുസരണം ലഭ്യമാക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. ഇത്തരം ആവശ്യങ്ങൾ ഗ്രാമസഭകളിലും നിരന്തരം ഉന്നയിക്കാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് കുടിവെള്ള ഗുണപരിശോധന എന്ന ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എന്തെല്ലാം മാലിന്യങ്ങളാണ് കുടിവെള്ളത്തിൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ചും അത് ജനങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വിവരണം നൽകുന്നതിന് വേണ്ടിയുള്ള IEC പ്രോഗ്രാം നടത്തി. കുടുംബശ്രീ, ഗ്രാമസഭകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയിൽ ഈ IEC പ്രോഗ്രാം ക്യാമ്പയിൻ നടത്തി. ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെപ്പറ്റി ഈ ക്യാമ്പയിനിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന വിവരങ്ങൾ താഴെ പറയുന്നു. മലിനീകരണങ്ങളെ 3 വിഭാഗമായി തിരിക്കാം. 1 ഭൗതിക മലിനീകരണം, 2 രാസമലിനീകരണം, 3 ജൈവ മലിനീകരണം. ഈ 3 മലിനീകരണങ്ങളും ഏതളവ് വരെ നമുക്ക് അനുവദനീയമാണ് എന്നുള്ളതിനെ പറ്റിയും നമ്മൾ പഠനം നടത്തി. അതിൽ വന്നിട്ടുള്ളത് അരുചി ദുർഗന്ധം പാടില്ല, കലക്കൽ 10 NTU, pH 6.5 to 8.5, ലയപദാർത്ഥങ്ങൾ 500 മില്ലിഗ്രാം പെർ ലിറ്റർ, കാഠിന്യം 300 മില്ലിഗ്രാം പെർ ലിറ്റർ, ഇരുമ്പ് 0.3 മില്ലിഗ്രാം പെർ ലിറ്റർ, ഫ്ലൂറൈഡ് 0.6 to 1.2 മില്ലിഗ്രാം പെർ ലിറ്റർ, ക്ലോറൈഡ് 250 മില്ലിഗ്രാം പെർ ലിറ്റർ, ക്ലോറോഫോം ബാക്ടീരിയ പാടില്ല.
ഈ ഒരു വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ വന്നത്. വിവരശേഖരണങ്ങൾക്ക് പുറമെ കുടിവെള്ള മലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു വിവരശേഖരണം കൂടി, സാങ്കേതിക വിവരശേഖരണം നെടുമ്പാശ്ശേരി PSCയിൽ നിന്ന് HIയുടെ സഹായത്തോടെ ലഭ്യമായി. മഞ്ഞപ്പിത്തം, വയറിളക്കം, ടൈഫോയിഡ്, ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കാണപ്പെടുന്നതായി കണ്ടു. വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ പിറവിക്ക് പോലും കുടിവെള്ള മലിനീകരണം കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള ലക്ഷ്യങ്ങൾ, ഈ പ്രോജക്റ്റ് ലക്ഷ്യങ്ങളായി കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലരാതിരിക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കൽ, ജലങ്ങൾക്ക് കുടിവെള്ള സാക്ഷരത ഉറപ്പാക്കൽ, പരിശോധനയ്ക്ക് വിധേയമായ മാലിന്യരഹിത കുടിവെള്ളമാണ് ലഭ്യമാകുന്നത് എന്ന മാനസിക ബോധ്യം സംജാതമാക്കുക. 3. ജലപരിശോധനയുടെ കോളിഫോം ബാക്ടീരിയ, ഇക്കോളി ബാക്ടീരിയ എന്നിവയുടെ സാന്നിധ്യം ഒഴിവാക്കി ജലജന്യ രോഗങ്ങളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കുക. കിണർ ജലമായാലും വാട്ടർ അതോറിറ്റിയുടെ നൽകുന്ന വെള്ളമായാലും തിളപ്പിച്ചാറിയ ജലം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഒരു ബോധവൽക്കരണം നൽകുക. സുസ്ഥിര വികസനത്തിന് ആരോഗ്യമുള്ള ജനതയ്ക്ക് കുടിവെള്ള സുരക്ഷത എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പ്രോജക്റ്റ് വെച്ചത്. കഴിഞ്ഞോ? അടുത്തേക്ക് പോവാം, സമയമായി. ഓക്കെ, അടുത്തത് കുടിവെള്ള സാക്ഷരത, BG ജോസ്. എല്ലാവർക്കും നമസ്കാരം. തൊട്ടുമുമ്പ് APG സാർ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. കുടിവെള്ളം വളരെ അമൂല്യമായ പ്രകൃതി വിഭവമാണ് നമുക്ക് ജലം. ആഗോളതാപനം പോലെ തന്നെ ആഗോള പ്രശ്നമാണ് ജലവും മാറിയിരിക്കുകയാണ്. സുരക്ഷിതമായ കുടിവെള്ളം എല്ലാവർക്കും ലഭിക്കണം. ജല മാനേജ്മെന്റ് വേണം. ലഭിക്കുന്ന വെള്ളത്തെ എങ്ങനെ സംരക്ഷിച്ച് ആവശ്യം ഉപയോഗിക്കാം, മലിനപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, എന്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം, അതിന്റെ മുൻഗണന എന്തായിരിക്കണം, ദുരുപയോഗവും അമിത ഉപയോഗവും പാഴാക്കലും എങ്ങനെ തടയാം, കുറച്ച് വെള്ളം ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാം എന്നിവയെല്ലാം നമ്മൾ ഈ ജലമാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും സമൂഹം കൂട്ടായും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ്. ഉദാഹരണം, നമ്മളെക്കാൾ കുറഞ്ഞ അളവിൽ വെള്ളം ലഭിക്കുന്നിടത്ത് ഉള്ളവരും അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. രാജസ്ഥാനിൽ 100 മില്ലി ലിറ്റർ മഴ ലഭിക്കുമ്പോൾ കേരളത്തിൽ അത് 3000 മില്ലി ലിറ്റർ മഴയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം 3, 4, 7, 8, 19, 20 എന്നീ വാർഡുകളിലെ കുടിവെള്ള പരിശോധന. 6 വാർഡുകളിലായി 250 കിണറുകളിലെ വെള്ളത്തിന്റെ ഗുണത പരിശോധന, ജലസംരക്ഷണത്തെക്കുറിച്ചും ജല ഉപഭോഗത്തെക്കുറിച്ചും ഇടപെടൽ സാധ്യതകൾ പരിചയപ്പെടുത്തുക. അതിന് ആലോചന യോഗം, 6 വാർഡുകളിലെ ജലപ്രതിനിധികൾ, പ്രവർത്തകർ എന്നിവരുടെ യോഗം, വാർഡ് തല സംഘാടക സമിതി രൂപീകരണ യോഗം, അതിനുവേണ്ടി നോട്ടീസ്, പരിശോധന സാമഗ്രികൾ വാങ്ങൽ, വാർഡ് തല നടത്തം, പഠനം, പ്രചാരണം, പരിശോധകരെ കണ്ടെത്തൽ, ഒരു വാർഡിൽ നിന്ന് 10 പേരെങ്കിലും. ആദ്യഘട്ട റിപ്പോർട്ട് തയ്യാറാക്കണം. ജലം പരിശോധിക്കേണ്ട കിണറുകളിലെ ഏതൊക്കെ എന്ന് തീരുമാനിക്കണം. പഞ്ചായത്ത് തല പരിശീലനം 3 ബാച്ചായി. ജലപരിശോധന ഉദ്ഘാടനം, വാർഡ് തല റിപ്പോർട്ട് തയ്യാറാക്കണം. പഞ്ചായത്ത് തല റിപ്പോർട്ട് തയ്യാറാക്കി ഭരണസമിതിക്ക് ചർച്ചയ്ക്കായി നൽകുന്നു. കുടിവെള്ള സാക്ഷരത സെമിനാർ തുടർ നടപടികൾ. ഇതിന്റെ ചെലവുകളെ പറ്റി പറയുകയാണെങ്കിൽ ആലോചന യോഗം 250 രൂപ, വാർഡ് പ്രതിനിധികളുടെ യോഗം 1250, വാർഡ് തല യോഗം 6 വാർഡിന് 500 രൂപ വീതം, നോട്ടീസ് ചായ ഉൾപ്പെടെ 3000 രൂപ, പരിശോധന സാമഗ്രികൾ വാങ്ങൽ 50,000 രൂപ, നടത്തം 6 വാർഡുകൾ 3000 രൂപ, റിപ്പോർട്ട് 2400 രൂപ, പഞ്ചായത്ത് തല പരിശീലനം സ്റ്റേഷനറി 60 × 15 900 രൂപ, യാത്ര 60 × 50 3000 രൂപ, ഊണ് ചായ 60 × 150 9000 രൂപ, ജലപരിശോധന തുടക്കം, വാർഡ് തല റിപ്പോർട്ട് 3000 രൂപ, പഞ്ചായത്ത് തല റിപ്പോർട്ട് അച്ചടി 10000 രൂപ ഭരണസമിതി കൈമാറുന്നു. കുടിവെള്ള സാക്ഷരതാ സെമിനാർ വൈകിട്ട് 3-ന് 100 പേർ, നോട്ടീസ് ചായ ഫോട്ടോ ഉൾപ്പെടെ 5000 രൂപ, തുടർ നടപടികൾ മറ്റിനം, ആകെ 1,00,000 രൂപ. ഇതാണ് ഇതിനു വേണ്ടിയുള്ള ചെലവായിട്ട് കണക്കാക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള കുടിവെള്ള പരിശോധനയ്ക്കായിട്ട് പഞ്ചായത്ത് നേരിട്ടും നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റി പൂർണ്ണമായ സഹകരണത്തിൽ നടത്താവുന്നതാണ്. 30 സ്ത്രീകളും 30 പുരുഷന്മാരും ഉൾപ്പെടെ 60 പേർ. അതിനുവേണ്ടിയുള്ള ചെലവ് 215 രൂപ വെച്ച് 7 മണിക്കൂറോളം, ഏതാണ്ട് 12,900 രൂപ. ഇതാണ് നമുക്ക് വേണ്ടി വരുന്ന ചെലവ് വരുന്നത്. ഇത് തുടർച്ചയായിട്ട് പറയുകയും, ഞാൻ നല്ല വെള്ളം പണം കൊടുത്തു വാങ്ങി സുഖമായി ജീവിച്ചു കൊള്ളാം, കുടിവെള്ള പ്രശ്നമൊന്നും എനിക്കൊരു പ്രശ്നമില്ല എന്ന് ആരും കരുതരുത്. അത് എനിക്ക് പണമുണ്ട്, ഞാൻ കൊതുക് ഏൽക്കാതെ സുരക്ഷിതമായി ജീവിച്ചു കൊള്ളാം എന്ന് കരുതുന്ന പോലെ വെറും മൂഢത്വമാണ്. വെള്ളം സംരക്ഷിക്കാനും മലിനമാക്കാതിരിക്കാനും ശ്രദ്ധിച്ചു ഉപയോഗിക്കാനുള്ള സാമൂഹ്യ ബോധം എല്ലാവരിലും ഉണ്ടാകണം. എൻ്റെ കാര്യം ഞാൻ തനിയെ നോക്കിക്കൊള്ളാം എന്ന ആധുനിക സ്വാർത്ഥ മനസ്ഥിതി വെള്ളത്തിന്റെ കാര്യത്തിലെങ്കിലും സാധ്യമല്ല. കാരണം ഒരാളുടെ വീട്ടിലെ കിണറ്റിലേക്ക് അയൽക്കാരന്റെ വീട്ടിലേക്ക് കക്കൂസ്താങ്ങിന്ന് മണ്ണിനടിയിലൂടെ മാലിന്യങ്ങൾ ഒലിച്ചിറങ്ങുന്ന എങ്ങനെ തടയും? എൻ്റെ വെള്ളം എന്ന മനോഭാവം മാറ്റി നമ്മുടെ വെള്ളം എന്ന് ചിന്തിച്ചാൽ മതിയാവും. ഓക്കെ.
താങ്ക് യു ജോസ്. അടുത്തത് ദിനേശ് മാഷാണ്. ദിനേശ് മാഷ് മലപ്പുറം ജില്ലയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ദിനേശ് മാഷ് ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, നമസ്കാരം. ഞാൻ എല്ലാവരും ഇവിടെ പദ്ധതിയും അതിൻ്റെ ഘടകങ്ങളുമാണ് സംസാരിച്ചത്. ഞാൻ ഈ വർഷം നടപ്പിലാക്കാൻ പോകുന്ന ഒരു ജില്ലാ പരിപാടിയുടെ, ജില്ലാ പദ്ധതിയുടെ ഒരു ആശയമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ജീവിതശൈലി രോഗവും അതിൻ്റെ ക്യാമ്പയിനും ഇടപെടലും എന്ന ടൈറ്റിലാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗമുള്ള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളം വലിയ ഗുരുതരമായ പ്രയാസത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് അടിയന്തരമായി കടിഞ്ഞാണ് ഇടേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. ക്യാമ്പയിനുകളും പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ക്യാമ്പയിനുകളിൽ ആദ്യത്തെ ഒരു ഇനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അടുക്കളയിലുള്ള ഉപ്പ്, എണ്ണ, പഞ്ചസാര, ഈ 3 വസ്തുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നുള്ളുപ്പും പഞ്ചസാരയും ഒരിറ്റെണ്ണയും എന്ന ടൈറ്റിൽ, ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു നുള്ളുപ്പും പഞ്ചസാരയും ഒരിറ്റെണ്ണയും എന്ന ക്യാമ്പയിൻ നമ്മുടെ ജില്ലയിലുടനീളം, ഞങ്ങളിവിടെ ജില്ലയിലുടനീളമാണ് അത് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. അതിന് സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റും. പുതിയ കാലഘട്ടത്തിലെ റീൽസ്, ചെറു വീഡിയോസ്, വലിയ ബോർഡുകൾ, അല്ലെങ്കിൽ ഭക്ഷണശാലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ, കല്യാണ മണ്ഡപങ്ങൾ, മൊബൈൽ റിംഗ് ബാക്ക് ടോണുകൾ, ബസ്, ഓട്ടോ സ്റ്റിക്കർ, തെരുവ് നാടകം, റാലികൾ എന്നെല്ലാം ആലോചിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട IEC ക്യാമ്പയിനായിട്ട് ലഞ്ച് ടൈം IEC, ഹോട്ടലുകളിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് പുരുഷന്മാർ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന ഹോട്ടലുകളിൽ ഉച്ച സമയം നോക്കിക്കൊണ്ട് IEC നടത്തുന്ന പ്രോഗ്രാമാണ്. ഒപ്പം പാവനാടകവും ഇതിന്റെ ഭാഗമായിട്ട് നടത്താൻ വേണ്ടി പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട IEC ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഹോട്ടലുകളും, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ടൗണുകളിലെങ്കിലും ഒരു 4-5 ഹോട്ടലുകളിൽ NCD ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്ന, മധുരമിട ചായയും ആവി പലഹാരങ്ങളും മാത്രം ലഭിക്കുന്ന NCD കൗണ്ടർ സ്ഥാപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതേപോലെ ആഫീസുകളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ നടക്കുന്ന യാത്രയപ്പ് വേളകൾ, അതുപോലെ ഉള്ള പരിപാടികളിലൊക്കെ തന്നെ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളും ആവി പലഹാരങ്ങളും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി അതും ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ടർഫ് മൈതാനങ്ങളും ക്ലബ്ബുകളും ലൈബ്രറി കൗൺസിലും മുതിർന്ന പൗരന്റെ സംഘവും കുടുംബശ്രീയും കല്യാണ മണ്ഡപവും ഒക്കെ ഉണ്ട്. അവരൊക്കെ കോർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ വ്യായാമ മേഖലയും ഭക്ഷണ മേഖലയും ഇടപെടാം എന്നുള്ള പദ്ധതി രൂപപ്പെട്ടിട്ടുണ്ട്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ഇത് വളരെ സൂക്ഷ്മതലത്തിൽ ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് ഈ മേഖലയിൽ 13% ആളുകൾ മാത്രമാണ് മരുന്ന് കഴിച്ച് അസ്വസ്ഥത നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആളുകളെ പിന്തുടർന്നുകൊണ്ട് മരുന്ന് കഴിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതിന് ആവശ്യമായിട്ടുള്ള കുടുംബശ്രീ തല ക്ലസ്റ്റർ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനീളം 3 ദിവസം ജീവിതശൈലി രോഗ ക്ലിനിക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പ്രഷർ, പ്രമേഹം, അമിതവണ്ണം, ഈ 3 കാര്യങ്ങളിൽ മാത്രമായി ക്ലിനിക്കുകൾ ഒതുങ്ങി നിൽക്കുകയാണ്. അത് മറികടന്നുകൊണ്ട് ഏതാണ്ട് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 11ഓളം സേവനങ്ങൾ നൽകുന്ന രൂപത്തിലേക്ക് ആരോഗ്യവകുപ്പിന്റെ NCD ക്ലിനിക്കുകളുടെ സേവനം മാറ്റുക എന്നുള്ളതാണ് പുതിയ നിർദ്ദേശമായിട്ട് പദ്ധതിയുടെ ഭാഗം. ഒപ്പം തന്നെ ഈ ക്ലിനിക്കുകളിലൊക്കെ തന്നെ പകൽ സമയത്ത് സ്ഥിരമായി വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ ക്ലിനിക്കുകളെ നമ്മളൊന്ന് പരിവർത്തനം ചെയ്തുകൊണ്ട് ഓഫ് ടൈം ക്ലിനിക്കുകൾ, അതായത് രാവിലെ 7:30 മണി മുതൽ 9 മണി വരെ, അല്ലെങ്കിൽ വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ എന്നുള്ള രൂപത്തിലേക്ക് ഈ ക്ലിനിക്കുകൾ പരിവർത്തനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പുതിയ ആളുകൾക്ക്, പണിക്ക് പോകുന്ന ആളുകൾ കൂടി ക്ലിനിക്കിൽ പങ്കെടുക്കാൻ കഴിയും. കൂടുതൽ കേസുകൾ കണ്ടെത്താനും പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും പറ്റും. മറ്റൊരു ആലോചന നമ്മുടെ മുമ്പിലുള്ളത് ആനുവൽ സ്ക്രീനിങ് നമുക്ക് നടത്താൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല കേരളത്തിൽ സമ്പൂർണ്ണമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് പരമാവധി 80% ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സമ്മതിദാനാവകാശം പ്രയോജനപ്പെടുത്താൻ വരുന്ന ആളുകളെ മുഴുവൻ സ്ക്രീനിങ്ങിന് വിധേയമാക്കുക എന്നുള്ള ആലോചന അതിന്റെ കൂടെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ശൈലി ആപ്പിൽ കണ്ടെത്തുന്ന ആളുകളെ മുഴുവൻ എങ്ങനെ ജനകീയമായി ക്ലിനിക്കുകളിൽ എത്തിക്കാം, അതിനെന്താണ് തടസ്സം എന്നുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിയും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിന് ജില്ലയിലെയും അതുപോലെ നമുക്ക് വേണമെങ്കിൽ പഞ്ചായത്തിലെ മുഴുവൻ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ട് നടത്താൻ വേണ്ടി പറ്റും. മാത്രമല്ല, ഇതിന് മറ്റൊരു പ്രത്യേകത കൂടെ പറയാനുള്ളത്, വളരെ കുറഞ്ഞ പണച്ചെലവ് കൊണ്ട് മാത്രം വലിയ ഡപ്പിൽ നടത്താൻ പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റായി നമുക്ക് ഏറ്റെടുക്കാം. ഒരുപക്ഷെ ജനകീയാസൂത്രണത്തിനും സാക്ഷരതയ്ക്ക് ശേഷം കേരളം ആവശ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ ജനകീയ മുന്നേറ്റം ആവശ്യമുള്ള ഒരു പദ്ധതി ആയിട്ടാണ് മലപ്പുറം ജില്ലാ തലത്തിൽ ആദ്യഘട്ടത്തിൽ പദ്ധതിയെ കാണും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ദിനേശ് മാഷെ.
അടുത്ത അവതരണം ബയോബിൻ മൊബൈൽ ക്ലിനിക്ക് അവതരിപ്പിക്കുന്നത് വി കെ രാജീവ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജീവൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആലുവ യൂണിറ്റ് സെക്രട്ടറിയാണ്. കൂടാതെ ആലുവ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 18, 21 ഉൾപ്പെടുന്ന 88 വീടുകൾ ഉൾക്കൊള്ളുന്ന ART റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറിയുമാണ്. പ്രോജക്ടിന്റെ പേര് ബയോബിൻ ക്ലിനിക്. പ്രോജക്ട് നമ്പർ 417. മാർച്ച് 2, 2021 ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും നിർദ്ദേശപ്രകാരം ഉറവിട ജൈവമാലിന്യ സംസ്കരണത്തിന് വേണ്ടി ആലുവ മുനിസിപ്പാലിറ്റി കാര്യമായ നടപടികൾ എടുക്കുകയുണ്ടായി. ജൈവമാലിന്യ സംസ്കരണത്തിനായി എല്ലാ വീടുകൾക്കും ഏകദേശം 6000-ഓളം വരുന്ന വീടുകൾ ബയോബിൻ സൗജന്യമായി നൽകുകയുണ്ടായി. ബയോബിൻ വിതരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇനോക്കുലം കൂടെ നൽകിയിരുന്നില്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഇനോക്കുലം ഓരോ പാക്കറ്റ് വീതം സൗജന്യമായി നൽകുകയും ചെയ്തു. ബയോബിൻ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നോ ജൈവമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളോ നൽകിയിരുന്നില്ല എന്നതിനാൽ ചുരുക്കം ചിലർ ഒഴികെ ആരും തന്നെ ബയോബിന്നുകൾ ഉപയോഗിച്ചില്ല. ശാസ്ത്രീയമായ ജൈവമാലിന്യ പരിപാലനത്തിന് വേണ്ടി ഇടപെടാൻ പരിഷത്തിന് കഴിയുമെന്നതുകൊണ്ട് ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള ART റെസിഡന്റ് അസോസിയേഷനിലെ വീടുകളിൽ ജൈവമാലിന്യം ബയോബിന്നും ഇനോക്കുലവും ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി മാറ്റാൻ വേണ്ട ഇടപെടലുകൾക്ക് തീരുമാനിക്കുകയായിരുന്നു. പരിഷത്ത് പ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു സ്ക്വാഡ് വീടുകൾ തോറും കയറി ബയോബിന്നുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ഇനോക്കുലം ഉപയോഗപ്പെടുത്തി പ്രശ്നങ്ങളില്ലാതെ ജൈവമാലിന്യം കമ്പോസ്റ്റാക്കി മാറ്റാം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചവർക്ക് വിജയപ്രദമായ രീതിയിൽ ജൈവമാലിന്യ സംസ്കരണം സാധ്യമായി. എന്നാൽ തുടർച്ചയായി ഇനോക്കുലം ലഭ്യമാകാതെ വന്നതിനാൽ തുടക്കത്തിലെ വിജയം മുന്നോട്ട് പോകാനായില്ല. ഉറവിട മാലിന്യ സംസ്കരണത്തിലെ ഈ വീഴ്ചയ്ക്ക് തടയിടുന്നതിനായി ആവശ്യം വേണ്ട നടപടിയിലേക്ക് കടക്കുവാൻ പരിഷത്തും റെസിഡന്റ് അസോസിയേഷനും ചേർന്ന് തീരുമാനിക്കുകയും അതിന്റെ ആദ്യപടിയായി ആവശ്യമുള്ളവർക്ക് പരിഷത്തിന്റെ IRTCയുടെ ഇനോക്കുലം എത്തിച്ചു നൽകുകയും ചെയ്തു. ഇനോക്കുലം കൃത്യമായി ഉപയോഗിക്കേണ്ടത് നിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖയും നൽകി. തുടർന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആലുവ മേഖലയും റെസിഡന്റ് അസോസിയേഷൻ ചേർന്ന് സുസ്ഥിരമായ ജൈവമാലിന്യ സംസ്കരണത്തിനായി ഒരു പ്രോജക്റ്റിന് രൂപം നൽകി. പേര് ബയോബിൻ ക്ലിനിക്. പ്രോജക്ട് ലക്ഷ്യങ്ങൾ: ആർട്ട് റെസിഡന്റ് അസോസിയേഷനിലെ മുഴുവൻ വീടുകളിലും ശാസ്ത്രീയവും സുസ്ഥിരവുമായ ജൈവമാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുക. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പോസ്റ്റിന്റെ ഗുണനിലവാരം വിലയിരുത്തുക. അതിനായി സാമ്പിളുകളുടെ NPK വാല്യൂവും C/N റേഷ്യോയും കണ്ടെത്തുക. 3. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പോസ്റ്റ് വളമായി ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത വീടുകളിൽ നിന്ന് ശേഖരിച്ച് കൃഷിക്കാരിലേക്ക് എത്തിക്കുക. 4. കമ്പോസ്റ്റിന് സമ്പുഷ്ടീകരണം ആവശ്യമെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക. 5. ഇനോക്കുലം കൃത്യമായി ചേർത്ത് ഉൽപ്പാദിപ്പിച്ച കമ്പോസ്റ്റ് വീണ്ടും ഇനോക്കുലമായി പുനരുപയോഗിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുക. ഈ പ്രോജക്ടിന്റെ ആദ്യഘട്ടമായ തൽസ്ഥിതി പഠനത്തിനായി 15 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ചോദ്യാവലി തയ്യാറാക്കി സർവേ പൂർത്തീകരിച്ചു. സംസ്കരിച്ച് ലഭിച്ച കമ്പോസ്റ്റ് വീണ്ടും ഇനോക്കുലമായി ഉപയോഗിച്ച് മാലിന്യ സംസ്കരണം നടത്തിയതും വിജയപ്രദമാവുന്നുണ്ട്. ഇനോക്കുലം തുടർച്ചയായി വാങ്ങാൻ കഴിയാത്തവർക്ക് ചെലവ് കുറയ്ക്കാനും ഇത് സാധിക്കുന്നു. ബയോബിന്നുകൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നും ബയോബിന്നിൽ ജൈവമാലിന്യം ചേർത്ത് നടത്തുന്ന എയ്റോബിക് കമ്പോസ്റ്റിംഗിന്റെ ശാസ്ത്രീയത വിവരിക്കുന്ന പരിഷത്ത് ആലുവ മേഖല തയ്യാറാക്കിയ ലഘുലേഖ നിലവിൽ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ റെസിഡന്റ് അസോസിയേഷനുകൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. ചില റെസിഡന്റ് അസോസിയേഷനുകളിൽ താല്പര്യപ്രകാരം നേരിട്ടെത്തി ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് IRTCയുടെ ഇനോക്കുലം എത്തിച്ചു നൽകുന്നുമുണ്ട്. ഇതിനിയും തുടരാനും കഴിയും. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു രാജീവ് സാറേ. അടുത്ത പ്രോജക്റ്റ് അവതരണം ആയോധന കല, AS സദാശിവൻ, ഇളന്തിക്കര. സദാശിവനില്ലേ? അടുത്തത് മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു പ്രോജക്റ്റാണ്. ഡോക്ടർ AP ആന്നി അവതരിപ്പിക്കുന്നത്. സാറിന്റെ മൈക്ക് ഓണല്ലേ? AP ആന്നി സാർ ഇല്ലേ? ലിസ്റ്റിലുണ്ട്. മൈക്ക് ഓൺ ചെയ്യാൻ പറ്റും? TK ഉണ്ടോ? ബിജു TKയുടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്തേ മനോജ്. ഓക്കെ, ഉണ്ട്. ബിജു TK ഉണ്ട്. മൈക്ക് ഓൺ ചെയ്തോളൂ. ബിജു TK പ്രൈവറ്റ് അവതരിപ്പിച്ചോളൂ കേട്ടോ. ഹലോ, പറഞ്ഞോളൂ. മാറ്റാം, തിരിച്ചു വെച്ചോ. ഹലോ, വേറെ ആരോ സംസാരിക്കുന്നുണ്ട്. സാർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ സാറേ. മൈക്ക് ഒന്ന് നോക്കി. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പട്ടികജാതി യുവാക്കൾക്ക്
കാർഷിക മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കാർഷിക മേഖലയിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അതിൽ SC വിഭാഗത്തിലുള്ള യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകിയെന്നതാണ് ഇതിന്റെ ഈ പ്രൊജക്റ്റ് പ്രധാന ഉദ്ദേശം. തിരഞ്ഞെടുക്കപ്പെടുന്ന 25 യുവാക്കളെ ഉൾപ്പെടുത്തിയുള്ളതാണ് പദ്ധതി. കേന്ദ്ര സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട നബാർഡിന്റെ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും സ്കിൽഡ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി കേന്ദ്ര വിഹിതം പഞ്ചായത്തിന് വാങ്ങാൻ സാധിക്കുമെന്നുള്ളതും ഈ പ്രോജക്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് 20% പദ്ധതി വിഹിതം ഗ്രാമപഞ്ചായത്ത് വെച്ചുകൊണ്ട് 80% തുക നബാർഡ് വിഹിതമായി ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രസക്തമായിരിക്കുന്ന മറ്റൊന്ന്. ഇത് സ്വാശ്രയ സംഘത്തിൽ അധിഷ്ഠിതമായിരിക്കും ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം. അതുമായി ബന്ധപ്പെട്ട് ബാങ്കിലും പഞ്ചായത്തിനും ഇത് രജിസ്റ്റർ ചെയ്യപ്പെടും. കാർഷിക യന്ത്രോപകരണങ്ങളിൽ യുവാക്കൾക്ക്, ആധുനിക കാർഷിക ഉപകരണങ്ങളിൽ യുവാക്കൾക്ക് പരിശീലനം നൽകുക എന്നാണ് ആദ്യഘട്ട പ്രവർത്തനം. അതിന് പരിശീലനം യന്ത്രങ്ങൾ നൽകുന്നതിന് കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ കാംഗോയെ ഉപയോഗപ്പെടുത്താം. ട്രില്ലർ, റീഡർ, ക്രിപ്പർ, ഹാൻഡ് റൂൾസ് എന്നിവയിൽ പ്രായോഗിക പരിശീലനം, അതിനുശേഷം ഗ്രൂപ്പിന് യന്ത്രോപകരണങ്ങൾ നൽകൽ, അങ്ങനെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുക, എംപവർ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടങ്കൽ തുകകളും ഒക്കെ തന്നെ ഏതൊക്കെ മെഷീനുകളിലാണ് പ്രായോഗിക പരിശീലനം നൽകുന്നത്, വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണം ഇതിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി തുക കണക്കാക്കാൻ. അപ്പൊ അത്തരം കാര്യങ്ങൾ അതാത് ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന മുറയ്ക്ക് അതിന്റെ ഫണ്ടുകൾ ക്രമപ്പെടുത്തായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതാണ് ഇത്രയും കാര്യമാണ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ആമുഖമായി പറയാനുള്ളത്. പിന്നാലെ ഇതുമായി ഈ പ്രൊജക്റ്റ് ആവശ്യമാവുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂട്ടിച്ചേർക്കൽ നടത്താം. എല്ലാവരും തന്നെ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ട് അയച്ചു തരണം കേട്ടോ. അത് അവസാനം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്തത് ദീപാമണി. എല്ലാവർക്കും നമസ്കാരം. ജെൻഡർ ഡെസ്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ കൗമാരമാണ്. വ്യക്തിത്വ രൂപീകരണവും ആത്മാഭിമാന ബോധവും ശക്തമായി ഉരുത്തിരിയുന്ന സമയമാണിത്. ആശയവിനിമയ ശേഷിയും തീരുമാനമെടുക്കാനുള്ള വിവേചനവും രൂപപ്പെടുന്നത് ഈ സമയത്താണ്. പലവിധ ഭീതികളും തീവ്രമായ വികാര വിക്ഷോഭങ്ങളും പ്രത്യാശകളും ഒക്കെയുള്ള സമയമായിരിക്കുന്നത്. ഓരോ പ്രശ്നത്തിന്റെയും വിവിധ വശങ്ങളും ബദൽ മാർഗങ്ങളും വിശകലനം ചെയ്ത് ശരിയായ തീരുമാനമെടുക്കാൻ വേണ്ട പരിശീലനവും അവസരങ്ങളും കുട്ടികൾക്കൊരുക്കാൻ അധ്യാപകരും രക്ഷകർത്താക്കളും സമൂഹവും മുൻകൈയെടുക്കേണ്ടതുണ്ട്. കൂടാതെ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. കുടുംബത്തിനുള്ളിലും യാത്രാവേളകളിലും സ്കൂളിനുള്ളിൽ നിന്ന് പോലും അവർ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാകുന്നു. അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യവും സ്കൂൾ തലത്തിൽ ഉണ്ടാകണം. മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരു ജെൻഡർ ഡെസ്ക് രൂപീകരിക്കണം. ലക്ഷ്യം: രക്ഷിതാക്കൾക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കുക, സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുക, മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികളെ തിരിച്ചറിഞ്ഞ് യഥാസമയം ആവശ്യമായ ഇടപെടൽ നടത്തുക, വ്യക്തിത്വ വികസനത്തിന് സഹായകരമായ ക്ലാസുകൾ സംഘടിപ്പിക്കുക, ആർത്തവകാലത്തെ മാനസികമായ സമ്മർദ്ദം കൂടാതെ നേരിടാനുള്ള മുന്നറിവുകൾ നൽകുക, ആൺകുട്ടികളും പെൺകുട്ടികളും നേരിടുന്ന ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ ചോദിച്ചറിഞ്ഞ് പരിപാലനം ലഭ്യമാക്കുക, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മാനസികമായ കരുത്ത് നൽകുക. ഗുണഭോക്താക്കൾ: വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും. പ്രവർത്തനങ്ങൾ: സ്കൂൾ PTA യോഗത്തിൽ ജെൻഡർ ഡെസ്ക് എന്ന സംവിധാനത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക. സ്കൂളിലെ എല്ലാ ക്ലാസ്സിൽ നിന്നും ഒരു പ്രതിനിധിയെ ഉൾക്കൊള്ളിച്ച് ജെൻഡർ ഫോറം രൂപീകരിക്കുക. ജെൻഡർ ഡെസ്കിനായി സമിതി രൂപീകരിക്കുക. ലൈബ്രറി കേന്ദ്രീകരിച്ച് ഒരു ചെറിയ ഓഫീസ് സംവിധാനം ഒരുക്കുക. അത്യാവശ്യം ഫയലുകൾ സൂക്ഷിക്കാനുള്ള ഒരു മേശയും.
ലക്ഷ്യത്തിൽ സൂചിപ്പിച്ച വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുക. സ്കൂളിലും പരിസരങ്ങളിലും പെൺകുട്ടികൾക്ക് സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഉണ്ടാകുന്നതിനുള്ള അവബോധ പരിപാടികൾ നടത്തുക. ഗേൾഫ്രണ്ടിലെ ടോയ്ലറ്റ് സൗകര്യം, ജലലഭ്യത, മറ്റ് ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുക. കൗമാര വിദ്യാഭ്യാസം നൽകുക. കുട്ടികൾക്കുള്ള പരാതികൾ കേൾക്കാനുള്ള അവസരമൊരുക്കുക. കൗൺസിലിങ്ങിന് സൗകര്യമൊരുക്കുക. കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ കൗമാര ക്ലിനിക്കിന്റെ സൗകര്യം ഡെസ്ക് വഴി പ്രയോജനപ്പെടുത്തുക. പ്രതിരോധ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുക. ഇത് പഞ്ചായത്ത് പ്രോജക്റ്റ് വഴി സാധ്യമാക്കാം. മാസത്തിൽ ഒരിക്കലെങ്കിലും ജെൻഡർ ഡെസ്കിന്റെ യോഗം കൂടുക. അത്യാവശ്യം ഓഫീസിൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു പരാതി പെട്ടി, പരാതി രജിസ്റ്റർ, പരാതി പരിഹാര രജിസ്റ്റർ, ജെൻഡർ ഡെസ്ക് എന്നെഴുതിയ ബോർഡ്. സംഘാടനം. PTA യോഗത്തിന്റെ അംഗീകാരത്തിന് ശേഷം ഡെസ്ക് രൂപീകരിക്കുക. സ്കൂൾ ലൈബ്രറി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണിത്. പബ്ലിക് ഹെൽത്ത് നഴ്സ്, ലൈബ്രറിയൻ, കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, ഈ 3 വിഭാഗത്തിന്റെയും പ്രതിനിധികൾ, ഒരു വനിതാ പോലീസ്, വാർഡ് മെമ്പർ എന്നിവർ കൂടി ചേരുന്നതാണ് ജെൻഡർ ഡെസ്കിന്റെ സംഘടനാ രൂപം. ഒരു ലേഡി ടീച്ചർ കൺവീനറായും ഒരു വനിതാ PTA അംഗം ചെയർപേഴ്സൺ ആകുന്നതുമായിരിക്കും നല്ലത്. സ്കൂൾ തലത്തിൽ ഒരു ജെൻഡർ ഫോറം രൂപീകരിക്കണം. എല്ലാ ക്ലാസ്സിലെയും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉൾപ്പെടുന്നതായിരിക്കണം ആ ഫോറം. സമയാസമയം അവരുടെ പ്രധാന ചുമതല തന്റെ സഹപാഠികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നേരിടുന്ന മാനസികമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ജെൻഡർ ഡെസ്കിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ധനകാര്യ വിശകലനം. ആകെ ചെലവ് 10,000 രൂപ. ആവശ്യമായ പണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ: പഞ്ചായത്ത്, PTA, സഹകരണ സംഘം. നേട്ടങ്ങൾ: കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ യഥാസമയം ഇടപെടുന്നത് വഴി അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കാൻ കഴിയും. പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളെയും ആയാസരഹിതമായി അഭിമുഖീകരിക്കാൻ കഴിയും. മോണിറ്ററിംഗ്. സ്കൂളിലെ HM, ഒരു ടീച്ചർ, MPTA പ്രതിനിധി, വിദ്യാർത്ഥിനികളിൽ നിന്നൊരു പ്രതിനിധി ഉൾപ്പെടുന്ന ഒരു മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കണം. ഇവരാരും ഡെസ്ക് സമിതിയിൽ ഉള്ളവരാകരുത്. പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും മോണിറ്റർ സമിതിക്ക് കഴിയണം. അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന പോരായ്മകൾ യഥാർത്ഥ സമയം ചൂണ്ടിക്കാണിക്കാനും സമിതിക്ക് കഴിയണം. നന്ദി. ഓക്കെ, അടുത്തത് ഡോക്ടർ MB ആന്റണി സാറ്. 420. ആന്റണി സാറേ, ആന്റണി സാറേ. ഹലോ ആന്റണി സാറേ. ഷാജി സാറുണ്ടോ? ഹലോ, ഷാജി സാറുണ്ടോ? വിജയപ്രകാശ് വിളിച്ചിരുന്നോ? ഡോക്ടർ എൻ ഷാജി സാറ്. ഉമയുണ്ടോ? ഉമ. ആ ഓക്കെ, ഷാജി സാർ അവതരിപ്പിച്ചോളൂ. ഷാജി സാറ് 422. ഡോക്ടർ എൻ ഷാജി. ശരി, നന്ദി. എന്നോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള 2 ചെറിയ പ്രോജക്റ്റുകളാണ്. നമ്മൾ സയൻസ് ചരിത്രം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 100 വർഷത്തിനകം നമ്മുടെ ശരാശരി പ്രതീക്ഷിക്കാവുന്ന ആയുസ് തന്നെ ഒരു 30-35 നിന്ന് 70-80 ഉയർന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണം സയൻസില്, പ്രത്യേകിച്ചും ജീവശാസ്ത്രത്തില്, വൈദ്യശാസ്ത്രത്തിലൊക്കെ ഉണ്ടായ വളർച്ചയാണ്. അതിന് വലിയൊരു പങ്ക് നൽകിയത് സൂക്ഷ്മദർശിനികൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പുകളാണ്. എന്നാൽ നമ്മുടെ കുട്ടികളും മുതിർന്നവരും മൈക്രോസ്കോപ്പ് കണ്ടിട്ടുള്ളവരും ഉപയോഗിച്ചിട്ടുള്ളവരും വളരെ കുറവാണ്. അത് കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു പ്രൊജക്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഈ നല്ല ചില മൈക്രോസ്കോപ്പുകൾ ചില പരിചയപ്പെടുത്തുന്നു. കുട്ടികൾ അതിലൂടെ സൂക്ഷ്മ ലോകത്തെക്കുറിച്ചുള്ള കുറെ അറിവുകൾ നേടുന്നു. ഇതാണ് ഒരു പ്രോജക്റ്റ്. അതിന് വലിയ ചെലവൊന്നുമില്ല. ഇത് മൈക്രോസ്കോപ്പ് കൊണ്ടുപോകാനും അത് ക്ലാസ് എടുക്കാനായുള്ള ആൾക്ക് ചെറിയൊരു ഓണറേറിയം കൊടുക്കണം. അതുകൂടാതെ അവർക്കുള്ള ഭക്ഷണം, ഇങ്ങനെയുള്ള ചെലവുകൾ മാത്രമേ വരുന്നുള്ളൂ. ഇതേപോലെ തന്നെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ
സയൻസിന്റെ ചരിത്രത്തിൽ വലിയൊരു പങ്ക് വഹിച്ചതാണ് ദൂരദർശിനികളുടെ അല്ലെങ്കിൽ ടെലിസ്കോപ്പുകളുടെ കണ്ടുപിടുത്തം. പണ്ട് കാലത്ത് നമ്മൾ ധരിച്ചിരുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നും ഭൂമിയെ ചുറ്റുന്നതാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഗലീലിയോ പോലുള്ളവരെ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നടത്തിയ കണ്ടെത്തലിലൂടെ ഈ ധാരണകളെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ അത് കുട്ടികൾക്ക് തന്നെ ഒരു ദൂരദർശിനി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ നോക്കിയിട്ട് ശുക്രന്റെ ചക്രം, അതായത് ശുക്രന്റെ ഈ വൃദ്ധിക്ഷയങ്ങള്, ചന്ദ്രനിലെ കുഴികള്, വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുക വഴി ഈ സിദ്ധാന്തങ്ങളെ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല അതൊരു വലിയ കണ്ണുതുറക്കലായിരിക്കും പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് നേടുന്നതിന്. ഇത് ടെലിസ്കോപ്പുകള് ജില്ലയിൽ പലയിടത്തും അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ. അപ്പോ ഇത്തരത്തിലുള്ള മറ്റൊരു പ്രൊജക്റ്റാണ് ഈ ടെലിസ്കോപ്പുകൾ കുട്ടികളെ കാണാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. അത് രാത്രി ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. വൈകുന്നേരം ഒരു ക്ലാസ്സും തുടർന്ന് ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന നിരീക്ഷണം നടത്തുകയാണെങ്കിൽ നല്ല പരിപാടിയായിരിക്കും. ഇത് എനിക്ക് 2 എണ്ണം പ്രൊജക്റ്റിലായിട്ട് അവതരിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നന്ദി. അടുത്തത് താങ്ക് യു സാറേ. അടുത്തത് ഡോക്ടർ MB ആന്റണി. ഞാൻ പദ്ധതിയുടെ പേര് ഇട്ടിരിക്കുന്നത് വർത്തമാനകാലം എന്നാണ്. വയോജനക്ഷേമത്തെ അടിസ്ഥാനമാക്കി നേരത്തെ ദീവാനൂർ ഗ്രാമപഞ്ചായത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടു. അതിന്റെ വേറെ വ്യത്യസ്തമായൊരു തലത്തിൽ നിന്നുകൊണ്ടുള്ള ചിന്തയാണ് അവതരിപ്പിക്കുന്നത്. നമുക്കെല്ലാം നമ്മളിപ്പോൾ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, വയോജനങ്ങളെ വളരെയധികം അവരുടെ ശതമാനം ഓരോ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും മനസ്സിലാക്കിയുള്ള ദീർഘകാല അല്ലെങ്കിൽ ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിന്റെ ഈ പ്രപ്പോസൽ ഇവിടെ പറയുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് മാറുന്ന ജീവിത സാഹചര്യങ്ങളിൽ മുതിർന്ന പൗരർക്ക് ലഭ്യമാകേണ്ട സേവനങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും കുറിച്ച് അവബോധമുണ്ടാക്കൽ. ഇതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഗുണഭോക്താക്കളായിട്ട് നമ്മൾ പറയുന്നത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ വ്യക്തികളും. ഇതിന്റെ പ്രവർത്തന പരിപാടി 2 പ്രോഗ്രാമായിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് ഒന്ന് ഒരു അർദ്ധദിന ബോധവൽക്കരണ പരിപാടിയും, രണ്ടാമത്തത് നേരത്തെ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞതുപോലെയുള്ള അവിടെ നടത്താൻ വേണ്ടി അത് പ്ലാൻ ചെയ്തിരിക്കുന്ന ആരോഗ്യ മേഖലയിലുള്ള പരിപാടികൾ. അതിൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ വാർഡ് അടിസ്ഥാനത്തിൽ നടത്തപ്പെടേണ്ട പ്രോഗ്രാമുകളാണ്. ഒരു അർദ്ധദിന സെമിനാർ എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ശില്പശാല എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ആ വാർഡിലുള്ള മുഴുവൻ വയോജനങ്ങളെയും ഒരുമിച്ച് സംഗമന രീതിയിൽ കൊണ്ടുവന്ന് ആ വേദിയിൽ ഒന്ന് ദേശീയ സംസ്ഥാന വയോജന നയത്തെക്കുറിച്ചുള്ള അവതരണം, ഒരു 20 മിനിറ്റ് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച് സംസാരിച്ച് പോകുന്ന ഒരു രീതി. രണ്ടാമത്തത് കേന്ദ്ര സംസ്ഥാന തല പദ്ധതികൾ, വിവിധ പദ്ധതികൾ, വിവിധ സ്കീമുകൾ ഏതൊക്കെയാണ്, പരിപാടികൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് വിശദീകരണം. ഇത് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് സമയം കൊണ്ട്. പിന്നെ മൂന്നാമത്തെ വിഷയം നമ്മൾ ഏറ്റവും വളരെ വേഗത്തിൽ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന വലിയൊരു സംവിധാനമാണല്ലോ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ. അപ്പൊ അതിന്റെ ആ കമ്മീഷനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളും സേവനങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് അവതരിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കലാണ് ആ ഒരു അർദ്ധദിന സെമിനാറിന്റെ ഉദ്ദേശം. ഏകദേശം ഒരു 3 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഒരു സെഷൻ. അതിനകത്ത് അവർക്ക് എല്ലാവർക്കും തന്നെ ആ സമയത്ത് ഒരു റിഫ്രഷ്മെന്റും ചായയൊക്കെ കൊടുക്കുന്ന രീതി വേണം. അതിനങ്ങനത്തെ ഒരു പ്രോഗ്രാം ഓരോ വാർഡിലേക്കും നമ്മളൊരു 7500 രൂപ അതിനുവേണ്ടി ചെലവഴിക്കണം എന്നുള്ളതാണ് ഒരു പ്രപ്പോസലായിട്ട് വയ്ക്കുന്നത്. അതിന്റെ സംഘാടനം എന്ന് പറയുന്ന രീതിയിൽ ചിന്തിച്ചത് എങ്ങനെയാണ്, അവിടുത്തെ തദ്ദേശ സർക്കാരുകളുടെ ഭാഗമായിട്ട് CHC, PHC അതുപോലെ അങ്ങനെയുള്ളവരുടെ എല്ലാം സഹകരണം നമ്മൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ ഇത് ഈ സംഘാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹം കൺവീനറായിട്ടുള്ള ഒരു സമിതി ഉണ്ടാകുക. അവർ ഈ സംഗമത്തെ വിളിച്ചു കൂട്ടാനും അതിന് ആശാ വർക്കേഴ്സിന്റെയും അതുപോലെ തന്നെ അവിടെയുള്ള അംഗൻവാടി വർക്കേഴ്സിന്റെയും എല്ലാം ഹെൽപ്പോട് കൂടി ആ വാർഡിൽ നമ്മൾ അവരെ ഒരുമിച്ച് കൂട്ടുന്നൊരു പ്രോസസ്സ്. ആ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അവതരണങ്ങൾ കൊടുക്കുക, ഇന്ററാക്ഷൻസ് ഉണ്ടാകുക, അവർക്ക് ഈ മേഖലയിൽ സേവനങ്ങൾ, സർക്കാരിന്റെ വിവിധ സേവനങ്ങളെ പരിചയപ്പെടുത്തുകയും
അത് അത് എല്ലാ വിഭാഗം ആളുകളും, സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും ആയ ആളുകൾ, കിടപ്പ് രോഗികളെ കൊണ്ടുവരുന്നത് അല്ലാതെ വന്നെന്ന് വരാൻ കഴിയുന്ന രീതിയിൽ വാർഡിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ചുകൂടാവുന്ന ഏതെങ്കിലും പഞ്ചായത്ത് തന്നെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അവിടെ, ആളുകളുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ സ്കൂളുകളുടെ ഹാളുകൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതര ഈ സാമുദായിക സംഘടനകളുടെയോ അതുപോലെ പള്ളികളുടെയോ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താമെന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞ കാര്യം, ഇവരുടെ 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പുകൾ. അതിലവരുടെ കേൾവി ഇന്നത്തെ ഒരു വലിയ വിഷയമാണ്. പ്രായമുള്ളവർക്ക് കേൾവി പ്രശ്നം ഉണ്ടാകുന്നു, പല്ല് പ്രശ്നം ഉണ്ടാകുന്നു, കണ്ണ്, ത്വക്ക്, അതുപോലെ തന്നെ രക്തം തുടങ്ങിയ പിന്നെ വേദനകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അസ്ഥിവേദനകൾ. ഇതിലേക്ക് കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു ആരോഗ്യ സൗജന്യ രോഗനിർണയ മെഡിക്കൽ ക്യാമ്പുകളാണ്. അത് 3 മുതൽ 5 വരെ വാർഡുകൾക്ക് ഒരുമിച്ചൊരു ലൊക്കേഷനിൽ ഓർഗനൈസ് ചെയ്യാമെന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും CHCയും PHCയും ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികളുടെ പങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ വാർഡ് മെമ്പർ, അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ സാന്നിധ്യം, നേതൃത്വം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രാദേശിക തലത്തിലുള്ള പ്രൈവറ്റ് ആശുപത്രികൾ, ബയോ ക്ലബ്ബുകൾ, സർവീസ് ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, പ്രൈവറ്റ് ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഇവരുടെ എല്ലാം പങ്കാളിത്തം നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കണം. ആശാവർക്കന്മാരും അംഗൻവാടി ജീവനക്കാരും കൂടാതെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, അതുപോലെ തന്നെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള NSS, NCC, സ്കൗട്ട്സ്, ഇവരെയൊക്കെ വളണ്ടിയേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമായിട്ട് അതിനെ മാറ്റണം. ഇതിന് ഒരു ആദ്യത്തെ പ്രോഗ്രാമിന് നമ്മൾ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് പഞ്ചായത്തിൽ തന്നെയുള്ള ആളുകളെ നമുക്ക് കണ്ടെത്തുകയും അവർക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലല്ല, നമ്മുടെ ജില്ലാടിസ്ഥാനത്തിൽ ഒന്നുകിൽ കിളയോ അല്ലെങ്കിൽ KSSPയോ ഒരു ട്രെയിനിങ് ഓറിയന്റേഷൻ കൊടുത്ത് അവരെ പ്രിപ്പയർ ചെയ്യണം. ആ രീതിയിൽ നമ്മൾ എല്ലാ പഞ്ചായത്തുകളും പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടാണെങ്കിൽ വളരെ നന്നായിരിക്കുന്നുള്ള സജഷനാണ്. മെഡിക്കൽ ക്യാമ്പിന് നമ്മൾ 1 ലക്ഷം രൂപ വീതം ഓരോ മെഡിക്കൽ ക്യാമ്പിനും വകയിരുത്താൻ കഴിയണം. അത് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് അല്ലെങ്കിൽ നഗരസഭയുടെ ഫണ്ടിൽ നിന്നുമാണ് എടുക്കേണ്ടത്. വാർഡ് തലത്തിന് ശേഷം ഈ വാർഡ് തലത്തിൽ നടക്കുന്ന അതുതന്നെ സെമിനാറിനോട് ബന്ധപ്പെടുത്തി ഒരു വാർഡ് തല വയോജന പരിപോഷണ സമിതി അവിടെ രൂപീകരിക്കുക, 5 അല്ലെങ്കിൽ 7 അംഗങ്ങൾ അടങ്ങുന്ന. അത് പിന്നീട് തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നേതൃത്വം കൊടുക്കാനുള്ള സമിതിയായിട്ട് രൂപാന്തരപ്പെടുക. വാർഡ് അടിസ്ഥാനത്തിൽ തിരുവാണിയൂർ പഞ്ചായത്ത് ചെയ്യുന്ന പോലെയുള്ള വയോ ക്ലബ്ബുകളോ അല്ലെങ്കിൽ പകൽ വീടുകളോ മറ്റു വയോജന പാർക്കുകളോ അതുപോലെയുള്ള ഇനീഷ്യേറ്റീവ്സ് പഞ്ചായത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് സ്ഥലത്തുള്ള ആളുകളുടെ താല്പര്യമനുസരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു ആശയമാണ് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതൊരു മാറ്റർ ഇപ്പോൾ വാക്കാൽ പറയുന്നത്. എഴുതി തയ്യാറാക്കിയതല്ല, ഓർത്ത് വെച്ച് ഇങ്ങനെ പറയുന്നതാണ്. അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇന്ന് ബിസി ആയിരുന്നു, എനിക്ക് തയ്യാറാക്കാനുള്ള സമയം പരിമിതമായിരുന്നു. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു സർ. അടുത്തത് അമ്മത്തണൽ എന്ന പ്രോജക്റ്റ് ഉമാദേവി അവതരിപ്പിക്കുന്നു. ആണ് നമ്പർ. ഹലോ, നമസ്കാരം. കടുങ്ങല്ലൂർ പഞ്ചായത്ത് വളരെ വിജയകരമായി നടത്തിയ ഒരു പ്രൊജക്റ്റാണ് അമ്മത്തണൽ. കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകളിലായി 2200 വിധവകളുണ്ട്. ഇതിൽ നിരാലംബരും നിസ്സഹായരും ഒറ്റപ്പെടലിൽ കഴിയുന്നവരുമുണ്ട്. ഒറ്റപ്പെടൽ മാനസികമായി അവരെ തളർത്തുന്നു. ഈ ദുരവസ്ഥ പരിഹരിക്കുവാനുള്ള ശ്രമമായിട്ടാണ് ഈ പ്രൊജക്ട് ഞങ്ങൾ നടത്തിയത്. ഇതിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ 2200 വിധവകൾ എന്നത് പഞ്ചായത്തിലെ സ്ത്രീജനങ്ങളുടെ 11%. ഞങ്ങളുടെ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ 18 പേരോളം രാത്രിയും പകലും വീട്ടിൽ തനിയെ കഴിയുന്നവരാണ്. 65 വയസ്സിനും 75 വയസ്സിനും മധ്യ പ്രായമുള്ള ഇവരിൽ ചിലരുമായി നടത്തിയ വർത്തമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ മാനസികമായി വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ടാണ്. പരസ്പരം ഒന്ന് വർത്തമാനം പറയുവാൻ വിഷമിക്കുന്നവർ, മരുന്ന് വാങ്ങി നൽകാൻ സഹായത്തിന് ആളെ അന്വേഷിക്കുന്നവർ, എന്തിനെ താൻ ജീവിക്കണം എന്ന് വരെ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റുമായി ഇവരെ സമീപിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം പകൽ നമ്മുടെ വാർഡിലെ താല്പര്യമുള്ള നിരാലംബരായ 6-7 പേരടങ്ങുന്ന വിധവകൾക്ക് ഒരു വാർഡിൽ ഒത്തുചേരാൻ ഒരിടം, അവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്നവർക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് അവരുടെ പഴയകാല കാര്യങ്ങൾ സംസാരിക്കാനും, അതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒത്തുകൂടുമ്പോൾ ആ വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് വേണ്ട അരിയും കറി വയ്ക്കുവാനുള്ള സാധനങ്ങളും വാങ്ങി സാമ്പത്തികമായി സഹായിക്കാനും ഈ പ്രൊജക്ട് മൂലം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്തിലെ 10 വാർഡുകളിൽ ഓരോ അമ്മത്തണൽ കൂട്ടം രൂപീകരിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത്. അത് ഞങ്ങൾക്ക് സാധിച്ചു.
ഇതിന്റെ ഗുണം ലഭിച്ചത് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 8, 11, 12, 14, 16, 17, 19, 20, 21 എന്നീ 10 വാർഡുകളിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇതിനു വേണ്ടി ഞങ്ങളെ സഹായിച്ചത്, ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഇവരെ കണ്ടെത്തുന്നതിന് ഞങ്ങളെ അംഗൻവാടി ടീച്ചർമാരുടെ സർവേകളിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയതും. അതിനുവേണ്ടി നമ്മൾ ICDS സൂപ്പർവൈസർ ഞങ്ങളുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായി ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകി കൂടെ നിന്നു. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഞങ്ങൾ PHCയിലെ ഡോക്ടറുടെ സേവനം മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലാ വാർഡിലും PHCയിലെ ഡോക്ടറുടെ സേവനം നടത്തി ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തിട്ട് അവരുടെ പൈസ അതിന്റെ ബില്ല് ICDS സൂപ്പർവൈസർ വഴി ഞങ്ങൾക്ക് ICDS സൂപ്പർവൈസർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വർഷത്തിൽ ഒരിക്കൽ പഞ്ചായത്തിൽ ഈ അമ്മത്തണലിലെ അമ്മമാരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവർക്ക് ഒരു ദിവസത്തെ സന്തോഷം എന്ന രീതിയിൽ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുവേണ്ടി പഞ്ചായത്തിൽ പ്രൊജക്ട് വച്ചു. അതിന്റെ ചെലവ് എന്ന് പറയുന്നത് 1,41,000 രൂപയാണ് നമ്മൾ വച്ചത്. അതിനുവേണ്ടി മോണിറ്ററിംഗ് കമ്മിറ്റി, സോഷ്യൽ ഓഡിറ്റ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തി. ഓരോ പ്രവർത്തനത്തിന്റെ ഘട്ടത്തിലും പ്രൊജക്റ്റിൽ നിർദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടപ്പാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തി. വനിതാ വർക്കിംഗ് ഗ്രൂപ്പിലെ പ്രൊജക്ട് എഴുതാൻ നേതൃത്വം നൽകിയ 3-4 പേരെ അതിന് ചുമതലപ്പെടുത്തി. നിർവഹണ സമയത്ത് നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. കൗൺസിലിംഗിന് പരിചയമുള്ള ഒരാളുടെ നേതൃത്വത്തിൽ സന്നദ്ധതയുള്ള പ്രവർത്തകർ പ്രശ്നങ്ങൾ, ഫലങ്ങൾ അടക്കം പഠിക്കാൻ തയ്യാറായി. ഓരോ കേന്ദ്രങ്ങളിലെയും അംഗങ്ങളുടെ അനുഭവങ്ങൾ, പരിമിതികൾ എന്നിവ ചോദിച്ചറിയാൻ സാധിച്ചു. അവർ ഒരു ദിവസം ഞങ്ങൾക്ക് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരുടെ മാനസികമായി അവർക്ക് ധൈര്യം നൽകാനും ഞങ്ങൾക്ക് സാധിച്ചു. വരവ് ചെലവ് കണക്കുകൾ സോഷ്യൽ ഓഡിറ്റ് ടീമിന്റെ സാന്നിധ്യത്തിൽ അവതരിപ്പിച്ചു. ഇത് കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഒരു നല്ല വിജയമായിരുന്നു ഈ പ്രൊജക്ട്. താങ്ക് യു ഉമാദേവി. അടുത്തത് നമ്മുടെ കയ്യിൽ ലഭിച്ച പ്രോജക്റ്റ് പ്രകാരം ഇനിയുണ്ട് 4-5 എണ്ണം. പ്രോജക്റ്റ് അവതരണം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 200 പേരുണ്ടായിരുന്നു, 46 പേർ ഇപ്പോൾ കുറവാണ്, നമ്മുടെ കൂടെ ഇല്ല. പ്രോജക്റ്റിന്റെ പേരുകൾ ഞാൻ പറയാം. ഒന്ന് ലിറ്റിൽ തിയേറ്റർ, വിമൻസ് തിയേറ്റർ, വനിതാ നൃത്ത സംഘം, സർഗോത്സവം, വിജ്ഞാന കേന്ദ്രം. ഇങ്ങനെ 4-5 പ്രോജക്റ്റുകൾ കൂടി അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്